സദ്വേഷണം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ പരമ്പരയായ ശാന്തിരാശ്രമത്തിൽ വ്യക്തമായ ക്ലാരിറ്റി കിട്ടാത്ത, ഇന്ന് പരമ്പരയ്ക്ക് അറിഞ്ഞുകൂടാത്ത 3 കാര്യങ്ങളെക്കുറിച്ച്. എന്താണ് കുംഭമേളകൾ, എന്താണ് അവസ്ഥാപൂർത്തീകരണം, എന്താണ് പൂജിത പീഠസമർപ്പണം? ഈ വിഷയത്തെ ആസ്പദമാക്കി ഒട്ടനവധി ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പം ചോദിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ല. അപ്പോൾ ഇത് സംബന്ധമായിട്ട് വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ആവശ്യം മുൻനിർത്തിയാണ് ഞാൻ അതിന് തൊട്ട് മുമ്പ് ഇതിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്നില്ല. അത് അടുത്ത വീഡിയോയിൽ വരുന്നത്. പക്ഷേ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് 2018 എൻ്റെ വീട്ടിൽ നിന്നെടുത്ത ഒരു വീഡിയോ, ഒരു ചാനലുകാരെടുത്ത കുറച്ച് വീഡിയോകളിൽ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അച്ഛനും അമ്മയുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൂടാതെ എൻ്റെ അനിയൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അനിയൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അതിൽ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആ അനിയൻ പല സ്ഥലത്തും പല കാര്യങ്ങളും വ്യക്തത വരുത്തുന്നുണ്ട്. അപ്പം ആ ഓരോ പോയിന്റും ദയാജന്യ പോയ സമയത്ത് ഒട്ടനവധി ആൾക്കാരെ കൊണ്ട് കള്ള ദർശനങ്ങൾ പറയിപ്പിച്ചിരുന്നു. എന്നുവെച്ചാൽ ദയാജന്യ പോകുന്നതിന് തൊട്ട് മുമ്പാണ് അവസ്ഥാപൂർത്തീകരണം എന്നുള്ള ഒരു നാടകം നടന്നത്. അപ്പം അവസ്ഥാപൂർത്തീകരണം എന്താണെന്നുള്ളത് അതിനോടനുബന്ധിച്ചാണ് ദയാജന്യ പോകുന്നത്. ഇവനെ കൊണ്ട്, എൻ്റെ അനിയനും ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊണ്ട് കള്ള ദർശനങ്ങൾ പറയിപ്പിച്ചു. ഞങ്ങൾ ഇന്ന പോലെ കണ്ടു, ഇന്ന പോലെ കണ്ടു, ഇന്ന പോലെ കണ്ടു, ഇന്ന പോലെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ദയാജന്യനെ ഇകഴ്ത്തിയും അമൃതാജന്യനെ ഹൈലൈറ്റ് ചെയ്തുമാണ് അന്ന് ദർശനങ്ങളുടെ ഒരു പരമ്പര, ഘോഷയാത്ര തന്നെയായിരുന്നു. ഒന്നത്. രണ്ടാമത്, ആശ്രമത്തിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ എൻ്റെ അനിയൻ്റെ വിവാഹം ഞങ്ങൾ നടത്തിയപ്പോൾ അതിലേക്കുള്ള ഇടപെടലുകൾ ആശ്രമത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ, എൻ്റെ ഏറ്റവും അനിയനായ ഈ പറയുന്ന ഈ കക്ഷി, ഇദ്ദേഹത്തിന് ഈ വീഡിയോയിലുള്ള ഈ ഏറ്റവും അനിയനെ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ നേരെയുള്ള അനിയൻ്റെ വിവാഹം മുടക്കാൻ ആ വീഡിയോ ഞാൻ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്, ഒട്ടനവധി ഘടകങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അതിൽ ആശ്രമം നടത്തിയ നാടകങ്ങൾ എന്നുവെച്ചാൽ ആ കല്യാണം തകർക്കാൻ വേണ്ടി എന്നെ ഉപയോഗിച്ച്, എന്നെ വിളിച്ചിട്ട് അമൃതാജിൻ്റെ സംസാരിച്ചു. കാരണം ഒട്ടനവധി നാൾ അമൃതാജിൻ്റെ കൂടെ പുറകെ നടന്നാണ് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു വിവാഹം നടത്തിയതെന്ന് പറഞ്ഞു. അന്ന് അവർ ചെവിക്കൊള്ളാതെ നമ്മളെ പരിഹാസ കഥാപാത്രമാക്കിക്കൊണ്ട് ഇടപെടാതെ നിന്നപ്പോൾ നമ്മൾ സ്വയം എന്ത് ചെയ്ത്, എൻ്റെ അമ്മാവൻ്റെ മകളെ വിവാഹം ആലോചിച്ച് ഞങ്ങൾ നടത്താൻ തയ്യാറായപ്പോൾ അമൃതാജിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ഏത് പെൺകുട്ടീനെ, എത്ര പണക്കാരോ എന്നും നോക്കണ്ട, ഏത് പെൺകുട്ടീനെ വേണമെങ്കിലും വിവാഹം കഴിച്ചു തരാമെന്നോ. പക്ഷെ അപ്പം ഞാൻ ചോദിച്ചൊരൊറ്റ ചോദ്യമുള്ളൂ. കാരണം നമ്മൾ ഇവിടെ പുറകയിൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ആലോചിക്കാൻ വേണ്ടി നടന്നെന്ന് പറഞ്ഞത് ഗുരുവിൻ്റെ ഒരു വാക്കുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൽ എന്നുവെച്ചാൽ മറ്റുള്ള എൻ്റെ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ ഗുരുവിന് ഇടപെടാൻ പറ്റിയില്ല. പക്ഷേ ഇനി വരുന്ന അടുത്ത തലമുറ ഞാൻ പറയുന്ന പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അതിൽ ജാതിയോ മതമോ വർണ്ണമോ ഒന്നും നോക്കരുതെന്ന് പറഞ്ഞു. അപ്പം അതിൻ പ്രകാരമാണ് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു തരാനായിട്ട് ചെന്ന് അമൃതാജിനോട് പറഞ്ഞത്. പക്ഷേ അമൃതാജി എന്നെ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ, എൻ്റെ അനിയനെയൊക്കെ ഇങ്ങനെ കെട്ടിക്കാതെ നിന്ന് ഒഴിപ്പിച്ച് കളയാതെ. പക്ഷേ അടുത്ത സ്റ്റെപ്പ് നടക്കാതെ വന്നപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ 2 അനിയന്മാരുടെ വിവാഹവും ഒരുമിച്ചാണ് നടക്കാനായിട്ട് ആലോചിച്ചു. ആദ്യത്തത് എന്നെ പോലെ അമ്മാവൻ്റെ മകനായിട്ട്, അത് ആശ്രമത്തിൽ നിന്ന് നമ്മൾ ആലോചിക്കാതെ ചെയ്തതാണ്. അപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി ഇവർ നോക്കിയെങ്കിലും നടന്നില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ എൻ്റെ അപ്പന് വാക്ക് കൊടുത്താണ്. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. പക്ഷേ എന്നാലും ഇവൻ്റെ ഇടപെടൽ ഞാൻ പറയുന്നു. ആശ്രമം അവനെ ഉപയോഗിച്ചു. ഈ പറഞ്ഞ ഏറ്റവും അനിയനി അന്നൊരു വിവാഹാലോചന നടത്തിക്കൊണ്ട് അത് ആശ്രമത്തിൻ്റെ ഇടപെടൽ വന്നു. മറ്റേത് അങ്ങനെ ആയിക്കോട്ടെ, ഇവൻ്റെ ഞങ്ങൾ നടത്തി തരാമെന്ന് പറഞ്ഞ് അവർ അതിൽ കയറി അവനും ആലോചിച്ചൊരു പെൺകുട്ടിയെ. അപ്പോൾ അവൻ്റെ ആലോചന അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവനെ കയ്യിലെടുത്തിട്ട് നേരെ ഈ ബിജു ചിറ്റേക്കാട് എന്ന് പറഞ്ഞ് ഈ മരണപ്പെട്ടു പോയ, ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ട് ആലപ്പുഴ വെച്ച് മരണപ്പെട്ടു പോയ ആ ഇവരെന്ന് പറഞ്ഞാൽ ആശ്രമം നേരിട്ട് ഇടപെട്ട് വിളിച്ചുകൊണ്ട് പോയതാണ്. എന്നിട്ടാണ് മരണപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞ കഥകളൊക്കെ വേറെയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ വീഡിയോ പിന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ ചെയ്തത്, അനിയനെ ഉപയോഗിച്ചിട്ട് അവന് പൈസയും കൊടുത്ത്, അവന് വെള്ളമൊടിക്കാനുള്ള എല്ലാ സംവിധാനവും കൊടുത്ത്, കാറും എടുത്ത് കൊടുത്ത് അവൻ ആ കല്യാണം കലക്കാൻ പിടിയില്ല. അന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഇവർ ചെയ്യിച്ചാണെന്നുള്ള പിൽക്കാലത്ത് മനസ്സിലായി. പക്ഷേ ആ സമയത്ത് എനിക്ക് മനസ്സിലായി
അപ്പം ഒന്നത് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ആളെ എടുത്തിട്ട് ആ കുടുംബത്തിനെ കല്യാണം കലക്കാൻ, യഥാർത്ഥത്തിൽ പറഞ്ഞ ഇവൻ വെള്ളമൊടിച്ച് ഇവർ പറഞ്ഞു വിട്ടത് അവനായിരിക്കും ചിലപ്പോൾ ആക്സിഡൻറ്റ് വരുത്താൻ ശ്രമിച്ചത്. പക്ഷേ അത് നടന്നില്ല. അത് മറ്റൊരു അവസരത്തിൽ ഞാൻ എൻ്റെ ഫുൾ കാര്യങ്ങൾ പറയും. ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നു അതിലിടപെടുത്തി. പിന്നെ അതുകൂടാതെ പൗർണമി ദിവസങ്ങളിൽ പോലും ഈ പരമ്പരയുള്ള കുട്ടികളെ വെള്ളം ഒഴിച്ച് ട്രാപ്പിലാക്കി ഈ പറയുന്ന സ്വാമിമാർക്ക് ഒരു ഇരയിട്ട് കൊടുക്കാനായിട്ട് അവൻ ഉപയോഗിച്ചു. ഇരയിട്ട് കൊടുക്കാന്ന് വെച്ചാൽ ഓരോരുത്തരെ പെടുത്തിയിട്ട് എന്ന് വെച്ചാൽ വെടക്കാക്കി തനക്കാക്കുന്നൊരു പരിപാടി, ആ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഗുരുചക്രസ്വാമി അവതാരനേക്കാൾ അതിനുവേണ്ടിയും ട്രൈ ചെയ്തു. അതിനും അവനെ കരുവാക്കി. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥാ പൂർത്തീകരണ സമയത്തുള്ള ആ സംഭവവാസങ്ങളൊക്കെ അവൻ പാർട്ടാണ്. പിന്നെ അത് കൂടാതെ ഒട്ടനവധി ഘടകങ്ങൾ അവൻ അക്കമിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അത് ഇപ്പം എന്താ വെച്ചാൽ എൻ്റെ ഒട്ടനവധി ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതൊക്കെ ഞാൻ പലതും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൊടുക്കാത്ത ഈ പറഞ്ഞ ഒരു ചാനലിലും വരാത്ത ഇവൻ്റെ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരു കാര്യം അറിയിച്ചിട്ട് ആ സംഭവങ്ങളെ വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എളുപ്പം മനസ്സിലായില്ല. അത് തന്നെയല്ല എൻ്റെ പോക്സോ കേസ് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനോട് പറയുകയാണ് ഞങ്ങൾ തമ്മിലത് എന്ന് വെച്ചാൽ ഇവൻ്റെ ഈ സ്വഭാവം എന്നാൽ ഇവനെ ഇവിടെ കൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞാൽ 2001 കാലഘട്ടം നിർത്തിയെന്ന് പറഞ്ഞാൽ നാട്ടിൽ അത്യാവശ്യം ഇങ്ങനെ എന്ന് വെച്ചാൽ സ്മോൾ അടിക്കുന്ന രീതിയിലൊക്കെ നടന്നത് കൊണ്ടാണ് അവനിവിടെ നന്നാക്കാൻ കൊണ്ടു നിർത്തിയത്. അമൃതാജിനെ നേപ്പിച്ചത് ഈ ഗുരുസ്വാമിനെയൊക്കെ അവൻ അവരുടെ ട്രാക്കിൽ വന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വീക്കെൻഡ്സ് ഉള്ള പയ്യനാണ്. അപ്പോൾ അവനെ ഇന്ന രീതിയിലൊക്കെ ഉപയോഗിക്കാം. മനസ്സിലായി? അത് നോക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പരമ്പരയിലുള്ള ഒട്ടനവധി കുട്ടികളെ ഓരോ സ്വഭാവദോഷത്തിനും നന്നാക്കാൻ എന്നുള്ള രീതിയിൽ ആശ്രമത്തിൽ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ ഗുരുവുള്ള സമയത്തെന്ന് പറഞ്ഞാൽ അവൻ്റെ കർമ്മദോഷം അഴിച്ച് അവനെ നേർവഴിക്ക് നയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ഒരു നിയന്ത്രണം വെച്ചാൽ അതിശക്തമായ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികളെ അടുപ്പിച്ച് നിർത്തിയിട്ട് ഇവരുടെ സ്വകാര്യപരമായ സ്വാർത്ഥ താല്പര്യത്തിന് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവരെയെല്ലാം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അത് വ്യക്തമായി ഇത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം. ഓരോ വിശ്വാസമൂഹവും അത് മനസ്സിലാക്കി പഠിച്ച് വേണം അവരവരെ കുട്ടികളെ സൂക്ഷിച്ച് ഇവിടെ കൊണ്ട് നിർത്താനായിട്ട്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ കിണറ്റിൽ വീണിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ കുഴിയിൽ വീണ ആൾക്കാരാണ്. കുഴിയിൽ വീണവന്നിട്ട് അതിൽ നിന്ന് ചാടിക്കിടന്ന് രക്ഷപ്പെട്ടിട്ടാണ് പറയുന്നത് അപ്പോൾ കുഴിയുണ്ടെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോയുടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നതിന് മുമ്പ് ഇവൻ്റെ ഇത് കാണേണ്ട ഒരു അനിവാര്യമാണ്. അപ്പം നന്നാക്കാൻ കൊണ്ടൊന്ന് നിർത്തിയ ഒരാളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവനെ വീണ്ടും നശിപ്പിക്കണം. കാരണം ഇവരെല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് എന്തിനു സപ്പോർട്ട് ചെയ്യും? ഗുരുവിൻ്റെ രീതി അതല്ല. അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഉടനീളം വീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ എന്താണ് ഇത് കുംഭമേള എന്നും എന്താണ് അവസ്ഥാപൂർത്തീകരണ നാടകമെന്നും എന്താണ് പൂജിതപീഠമെന്നും വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതി. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് ഏകദേശം 1 മണിക്കൂറോളം വീഡിയോ ആയി മാറുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ടൈം ലിമിറ്റിൽ നിർത്താൻ വേണ്ടിയാണ് അതും കൂടി ഇതിൽ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക. വീഡിയോയിലേക്ക് ഇല്ല അതിലെന്താ ചേട്ടന് പറയാം? അത് പിന്നെ ചേട്ടന്റെ കല്യാണ സമയത്ത് ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ആശ്രമത്തിൽ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഇത്തിരി ഇതായിട്ട് പറഞ്ഞു. ആശ്രമത്തിനെ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ നീ കൂടെ ഉണ്ടാകുന്നു. എന്റെ ജ്യേഷ്ഠന്റെ കല്യാണം അത് ഞാൻ എന്റെ വിജയുണ്ട്. അപ്പൊ ഇങ്ങനെ കല്യാണം വേറൊരു രീതിക്കാണ് നടക്കുന്നത് എന്നുവെച്ചാൽ ആശ്രമത്തിൽ നിന്നല്ല. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇപ്പൊ പോട്ടാന്നോ. ഞാൻ മതി കല്യാണത്തിന് പോകേണ്ടി ഞങ്ങൾ പറയാന്നിട്ട് പോയാൽ മതി എന്ന് അമൃതായി എന്ന് പറഞ്ഞു. അതിനുശേഷം ഗുരുരത്ന സ്വാമി എന്നെ വിളിച്ചു. അപ്പൊ ഈ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്നു നീ കല്യാണത്തിന് പോക്കൂ. അത് നീ തന്റെ ദിവസം പോയാൽ മതി. ഒരു വെറുതെ കാറ് കൊടുക്കുക. നീ വെറും കൂറായിട്ട് പോകണ്ട, നല്ല സെറ്റപ്പായിട്ട് പോയിട്ട് അത് അടിച്ചു പിടിച്ചിട്ട് പോരാൻ പറയും. പക്ഷെ അടിച്ചു പൊളിച്ചിട്ട് പോരാൻ പറഞ്ഞ വെച്ചാൽ ഏത് രീതിക്ക് കൂടി പറഞ്ഞേക്കണം. കല്യാണം കുളമാക്കണം. അതിന് പോകാനായിട്ടൊരു വൺഡേ കാറ് അത് അവര് തന്നെ അറേഞ്ച് ചെയ്ത് തന്നൊരു ബ്ലാക്ക് ആൽട്ടോ കാറ്, ബ്ലാക്ക് ഫിലിമൊക്കെ ഒട്ടിച്ചത്. അതിന്റെ ഒരു 10,000 രൂപ പോകാൻ നേരത്ത് വട്ടച്ചിലുള്ള കാശ് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെയിറ്റിങ്ങിലാണ്. എന്നുവെച്ചാൽ കല്യാണം നാളെ ഇന്നാണ് പോകാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് ഞാൻ തലേ ദിവസം എന്റെ 2 സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് ഞാൻ ഇന്ന പണി പോകുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്ത് നോക്കുമ്പോഴത്തേ അവരിവിടെ ഇരിക്കുന്നവർ തന്നെയാണ്. അവര് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് എഴുതും.
അടിച്ചു പിടിച്ചു പോയിട്ട് വരാനുള്ളൊരു സിറ്റുവേഷൻ. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ അറിയണ്ട, ഞങ്ങൾ വരാമെന്ന്. ഞാൻ അന്ന് പോണതിന്റെ അന്ന് എന്നുവെച്ചാൽ എന്റെ അടുത്ത് പറഞ്ഞാൽ കല്യാണം തകർക്കണമെന്ന് പറയാൻ എന്നെ വിടണത്. ഞാൻ അന്ന് ഗുരുവിന്റെ അടുത്ത് അത്ര വിശ്വസിച്ച് നിൽക്കണമെന്ന് നമുക്ക് അവരെങ്ങനെയാണ് എന്നെ ആക്കി നിർത്തയിച്ചത്. പക്ഷെ ബന്ധങ്ങളല്ല, ആശ്രമം വലുത് ഗുരു പറഞ്ഞിട്ടാണ് അങ്ങനെ പറയണമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടുന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് എനിക്ക് കാശ് തന്നിട്ടില്ല. അപ്പൊ പുള്ളി പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊരു വാണിയും വെച്ചാൽ ഞാൻ പറയും അപ്പൊ നീ ഇവിടെ നോക്കിക്കോളാൻ പറഞ്ഞേക്കാം. അല്ല, ഗുരുരത്നസ്വാമി ഇപ്പത്തെ ഹരി എന്ന ഗുരുരത്നം. അങ്ങനെ ഞാൻ ഇവിടെ നോക്കിയിട്ട് 10 മണി. അപ്പൊ നമ്മളെന്ത് ചെയ്തു, 3 പേരും കൂടി എന്റെ കൂടെ വന്ന മതിയെന്ന് ഞങ്ങൾ പോത്തം കൂടി ഒന്നിച്ച് കഴിക്കണമായിരുന്നു. നേരെ സിവിലിൽ പോയി സാധനം എടുത്തോണ്ട് വന്നു. വണ്ടി ഓടിച്ചോണ്ട് പോണ ഞാനാണ്. അടിച്ച് ഏകദേശം ഇയാൾ വിളിക്കുന്ന സമയം ഒരു 11-12 ഉച്ചക്ക് 1 മണിക്ക് മുമ്പായിട്ടാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ ഒരു പ്രസാദ് എന്ന് പറഞ്ഞ എറണാകുളത്ത് കാരണം കാശിനാഥ് എന്ന് പറയും, പുള്ളിയാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറയുന്നത് സൗണ്ട് വിളിക്കണമെന്ന് പറഞ്ഞു. നീ പിന്നെ സിദ്ധ മെഡിക്കൽ കോളേജിലോട്ട് പോവാ, ക്യാഷ് തരാമെന്ന് പറഞ്ഞു. അത് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് നിൽക്കാൻ വയ്യ. കഴിച്ചിട്ടുണ്ട്, നല്ല ശരി കഴിച്ചിട്ടുണ്ട്. കാരണം അടിച്ചു പിടിക്കാൻ പോയല്ലേ. അപ്പൊ നേരെ ഇവിടെ നിന്ന് ചെന്ന് ഈ പ്രസാദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ആശ്രമം സിദ്ധ മെഡിക്കൽ കോളേജിന്റെ ക്യാൻറ്റീന്റെ വാതിക്കേക്കുന്നു. അപ്പൊ ഞാൻ ഈ ബ്ലാക്ക് കളർ അന്ന് ഗ്ലാസ്സിനൊന്നും കുഴപ്പമില്ല, പേപ്പർ കുഴപ്പമില്ല. അപ്പൊ ഈ ഗ്ലാസ് ഇട്ടിട്ട് നിങ്ങളെ അകത്തിരുത്തേക്കാണ്. ഞാൻ നേരെ ഇറങ്ങിച്ചെന്ന് പുള്ളിയായിട്ട് സംസാരിച്ചത്. പുള്ളി പറഞ്ഞു ഞാൻ കണ്ട കാശിയെ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു സ്വാമിനെ കണ്ടിട്ട് പോകണം. ഞാൻ പറഞ്ഞു ഈ വേഷത്തിൽ ഞാൻ എങ്ങനെ സ്വാമിനെ കണ്ടു? അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ സ്വാമിയുടെ കൊടുത്ത് നല്ല ഒരു ടോപ്പിലിരിക്കുന്ന ഉദ്യോഗസ്ഥ, പേര് ഞാൻ പറയാം, ലേഡി ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ചെന്ന് ഇവിടെ നിന്ന് ഉപയോഗിച്ചാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഇവിടെ നിന്ന് സൂക്ഷിച്ചു പോണം. പിന്നെ കൊല്ലം എത്തുമ്പോൾ എന്നെ വിളിക്കണം. പിന്നെ ഓരോ ഇത് എടുത്തിരുന്ന് പറയാം, കൊല്ലം, പിന്നെ കായംകുളം, അല്ല റൂട്ട് ഓരോ സ്ഥലങ്ങളും നമ്മുടെ ഈ പാസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങൾ വ്യക്തമായിട്ട് എന്നെ അടുത്തെത്തുമ്പോൾ നീ എന്നെ വിളിച്ചേക്കണമെന്ന്. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചു പുള്ളിക്ക് എന്നോടുള്ള ഒരു സ്നേഹം നോക്കണേ. എനിക്ക് പുള്ളിയുടെ അടുത്ത് നിൽക്കുമ്പോഴേ എനിക്ക് നിൽക്കാൻ വയ്യ. എന്നോട് അല്പമെങ്കിലും അപ്പോഴും ഞാൻ വിചാരിച്ചാൽ എന്നെ പുള്ളി ഒരു നല്ല രീതിക്ക് എങ്ങനെ ഇത്ര കഴിച്ചിട്ട് പോലും പുള്ളി എന്നോടുള്ള ആ ഒരു ബന്ധത്തിന്റെ പുറത്താണ് എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ വേറെ ആരാണെങ്കിലും ഒരു ദുഷ്ടനാണെങ്കിൽ പോലും എൻ്റെ ആ ലെവൽ കണ്ടപ്പുറം നീന്ന് പോകണ്ടെന്നത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വണ്ടി ഓടിക്കും അങ്ങനെ പോയാൽ മതി എന്നത്. തിരിച്ച് എനിക്ക് പൈസയും തന്നു. തിരിച്ച് ഞാൻ വന്നിട്ട് വണ്ടി എടുക്കുമ്പോൾ ഈ പ്രസാദ് എണ്ണം വന്നിട്ട് വണ്ടിക്കാരെ കാരണം ഇയാൾക്കിത് ഞാൻ വണ്ടി ഇറക്കുമ്പോൾ ഇയാളിത് അകത്തിരിക്കുന്നവരെ കാണും. അങ്ങനെ ഞാൻ കുറച്ചാണ് പെട്ടെന്ന് വണ്ടി എടുത്ത് ഞാൻ മുമ്പോട്ട് കയറ്റി തിരിച്ച് വന്ന വഴി പുള്ളി കൈ കാണിച്ചിട്ട് ഞാൻ കുറച്ച് ക്ലാസ് എന്താണെന്ന് ഇങ്ങനെ കുറച്ചൊരു 1 ഇഞ്ചോളം താത്തിട്ട് ചോദിച്ചാൽ പുള്ളി നീ ഗ്ലാസ് കാത്തു. അപ്പൊ സണി ക്ലാസ് താത്തിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി കൈയിട്ട് ക്ലാസ് കാത്തുമ്പോൾ ഇതിൽ 2 പേരിരിക്കും. ആ സംഭവം നേരെ പോയി അടിച്ചു പൊളിച്ച് തകർത്ത്. ഈ പിന്നെ ചേട്ടന്റെ കല്യാണത്തിന്റെ അന്ന് പിറ്റേ ദിവസം രാത്രി ഒരു 12 മണിക്ക് വരെ പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ കല്യാണത്തിന്റെ എങ്ങനെ ചെയ്യും അന്ന് തന്നെ, പിന്നെ കല്യാണത്തിന് അന്ന് തന്നെ ഇവിടുന്ന് പിന്നെ ഒരു വണ്ടി വിട്ടു തന്നു. യാത്രക്കാർ ഒരു ടവേര ആശ്രമത്തിന്റെ ആശ്രമത്തിന്റെ അല്ല വിശ്വാസി അറേഞ്ച് ചെയ്ത് കൊടുത്തു. ആ വണ്ടി കൊണ്ട് തെറ്റിരുന്നത് 2 വണ്ടി അറേഞ്ച് ചെയ്തു. ഒരു വണ്ടി ഞാൻ കൊണ്ടുപോയി, ഒരു വണ്ടി ഇട്ട് ആശ്രമത്തിന്റെ ഫ്രണ്ടിലാണ്. ഇത് ഇവിടെ നിന്ന് ഇവര് ആശ്രമത്തിൽ നിന്ന് ഏകദേശം ഈ കല്യാണ വീടിന്റെ ഒരു പറഞ്ഞ് ഈ വിവാഹത്തിൽ ആരും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആശ്രമത്തിന്റെ പിന്നെ രഹസ്യമായിട്ട് അവര് പറഞ്ഞിരുന്നത് പങ്കെടുക്കരുത്, പബ്ലിക്കായിട്ട് അവിടെ ആശ്രമത്തിനുള്ളിൽ പറഞ്ഞു. ആശ്രമവാസികളോട് അല്ലെ ഞാനിവിടുന്ന് പോയല്ലോ, നമുക്ക് ഇതിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ആ വണ്ടിയുടെ അവിടെ വെച്ച് മറ്റേ ഫ്രണ്ട് വീല് 2 വീല് ഊരിപ്പോയി. പക്ഷെ മൊത്തം സെറ്റ് ഇവിടെ നിന്ന് 100 വെളുപ്പിന് വന്ന വണ്ടിയാണ്. 3 മണിക്ക് ഇവിടെ തിരിച്ചിട്ട് 100 എന്റെ വൈഫിന്റെ ബന്ധുക്കളായിട്ട് വന്ന വണ്ടി. അവരെന്ന് പറഞ്ഞാൽ ഇവരെ വാക്കി തിരിച്ചു വന്ന വണ്ടി തങ്ങൾ നഗർ, കൊച്ചിയിൽ തങ്ങൾ നഗർ ജംഗ്ഷൻ കണ്ടുപിടിച്ചു. ജംഗ്ഷനിൽ എത്തിയൊന്ന് ചവിട്ടിയപ്പോ വണ്ടിയുടെ വീലകൾ ഒറ്റ മാസം അവരാണ്. അത് ഇദ്ദേഹം സഞ്ചരിച്ചോണ്ടിരുന്നു. അല്ലല്ല, ഇവിടുന്ന് പിന്നെ ഇവരുടെ ചേട്ടൻ എന്റെ വൈഫിന്റെ ബന്ധുക്കളെ ആ വണ്ടി എവിടെയെങ്കിലും വെച്ച് ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് വിളിക്കുന്നു. അതിന് വേണ്ടിയാണ് അത് ചെയ്തത്. സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും?
ഇവിടെ ധിക്കരിച്ചു പോയ ആളുകളുടെ വണ്ടി ഉം. അപകടം. ഓക്കെ. പിന്നെ എന്റെ വെച്ചാൽ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് അടിച്ചു പൊളിക്കാന്നല്ല, നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ഇവരുടെ കാശ് കൊണ്ട് നമ്മളെ പഠിക്കും. കാരണം വെച്ചാൽ ഈ കല്യാണം കലക്കാനുള്ളത് വേറെ അടിച്ചുപൊളിയിലായിരിക്കും. അടിച്ചുപൊളിയാകുമ്പോൾ തിരിച്ചു വന്നു. പക്ഷെ എന്നിട്ട് ഞാൻ ആ കാര്യമൊന്നും വിചാരിച്ചു. പക്ഷെ എന്റെ ചേട്ടന്റെ മരണം ഇത് കറക്റ്റ് കൊലപാതകമാണെന്നുള്ളത് ഇത് ഇവര് തന്നെ ഈ മുസ്വാമിയുടെ ചേട്ടൻ തന്നെ ഒരു ദിവസം ഒരാളോട് പറയണ്ടേ ഇന്ന ആളെ തീർത്തത് നമ്മളില്ലെന്ന് പറഞ്ഞിട്ടില്ലേ, സനൽ എന്ന് പറഞ്ഞ പിള്ളേർത്ത് പറഞ്ഞിട്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ചെറിയൊരു സംശയം എനിക്ക് വന്നു പോയി. ഞാനിത് ഇപ്പൊ ഈ ചേട്ടന്റെ കേസുമായിട്ട് ചില പോലീസുകാരുടെ അടുത്ത് നമ്മൾ ഇതേപോലെ സംസാരിച്ചപ്പോഴത്തേക്കാണ് അവരാണ് പറഞ്ഞത്. കാരണം അവരെന്നെ നോക്കിയിട്ട് സഹതാപം കൊണ്ടായിട്ടാണ് പറഞ്ഞത് ഇയാൾ ചോറാണ് കഴിക്കണമെന്ന്. അപ്പൊ അവരാണ് പറയുന്നത് തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അത് ഇപ്പൊ തന്നെ തീർക്കാൻ വേണ്ടി തന്നെ വിട്ടതാണ്. ഇയാൾട്ടോ കാലെടുത്ത് തരിക, പിന്നെ കാശ് തരിക, കള്ളും കുടിപ്പിച്ച് വണ്ടി ഒടിപ്പിച്ചിടുക, ഏതെങ്കിലും പിന്നെ ഇപ്പൊ ഇവിടെ കൊല്ലമെത്തി. അപ്പൊ അവർക്ക് മനസ്സിലായാണ് കൊല്ലമെത്തിയെന്ന്. അടുത്ത സ്ഥലം പിടിച്ചു പറയുന്നത് അവിടെ എത്തി. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് തീർക്കും. അതായിരുന്നു അവരോട് പരിപാടി. എന്നാൽ പുള്ളി രഹസ്യമായിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചേട്ടന്റെ മരണവും ഈ പിന്നെ എന്നെ അന്ന് വിട്ടതും പിന്നെ അടുത്ത് ഒരു പയ്യൻ മരിച്ചായിരുന്നു. അല്ല, നിങ്ങളെ അന്ന് വിട്ടത് നിങ്ങളുടെ കല്യാണത്തിനാണോ ഈ വിടുന്നത്? എന്റെ ചേട്ടന്റെ കല്യാണത്തിന്. ചേട്ടന്റെ കല്യാണം ആ ചേട്ടനല്ലേ മരിച്ചത്? എന്നുവെച്ചാൽ ആ കല്യാണം സംഭവം നോക്കുമ്പോഴേ ഇവൻ മരിച്ചാലും ആ കല്യാണം മുടങ്ങും. ശരിയാ. അത് പെർമിഷൻ ഇല്ലാണ്ട് നടത്തുന്ന കല്യാണം. എന്നെ അവര് എന്റെ കറക്റ്റ് വണ്ടി പിടിച്ച് കാരണം വെച്ചാൽ ഇവിടെ പല ഗ്യാസിലും എന്നെ ഉപയോഗിച്ചോണ്ട് വരും. കാരണം നമ്മളെ നാട്ടിൽ ഇരിക്കുന്ന സമയത്ത് അടുത്ത പല കാര്യങ്ങൾക്കും പല പുള്ളിയെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഈ ഇവിടെ ഡ്രൈവർമാര് ഇദ്ദേഹത്തിനോട് പണ്ട് തൊട്ടേ ചെറുപ്പക്കാർക്ക് പിള്ളേർക്ക് കഴിയാണ്. കാരണം ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത പിള്ളേരെ ദ്രോഹിക്കും. നമ്മളൊരാളിനോട് എന്ന് വെച്ചിട്ട് വഴക്കിടിയോ അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മുഖത്ത് കാണിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല, എത്ര തറയാവാൻ പറ്റുമോ അതിന്റെ അങ്ങേപ്പുറത്ത് പറയും പുള്ളിക്ക് മറ്റുള്ളവരോട്. അപ്പൊ അത് കാരണം ദേഷ്യമുണ്ട് ചെറുപ്പക്കാർ പിള്ളേർക്ക്. അന്ന് പിന്നെ ഇത്ര സ്വാതന്ത്ര്യമൊന്നുമില്ല. ഡ്രൈവർമാരെ പൊക്കാൻ വേണ്ടി ഒരു പൗർണമി ദിവസം ഇവിടെ അന്ന് ഭയങ്കര ഇതാണ്. എല്ലാ മാസത്തിനും പൗർണമി എന്ന് പറയുമ്പോൾ മാസത്തിൽ ഭയങ്കര ആഘോഷമാണ്. പൗർണമി ദിവസം ഇയാൾ വിളിച്ചിട്ട് പറയുന്നത് ഇന്ന ദിവസം ഇന്ന ടീമിനെ പൊക്കണം. ഞാൻ ചെയ്യാനാണ് നീ ഇവന്മാരെ ചാക്കി ആയിട്ട് നേരെ കുപ്പി വാങ്ങണം. അപ്പൊ ഞാൻ കാശൊക്കെ അവിടെ തരും. അപ്പൊ അങ്ങനെ ഞാൻ അന്ന് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് നിൽക്കണം. അവിടെ കാശ് അവിടെ തരുമെന്ന് പറഞ്ഞു. ആ പൗർണമി ദിവസം എനിക്ക് കാശ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ അന്ന് എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ഇവരെ ഒറ്റ കൊടുക്കാൻ തോന്നിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെല്ലാം നമ്മുടെ ചേട്ടന്മാരുടെ, എന്റെ ചേട്ടൻ ആദ്യം ഡ്രൈവറായിട്ടൊക്കെ ആ ഒരു കുടുംബത്തെ പോലെ കാണുന്ന ആൾക്കാരായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ജയസിമൻ എന്ന് പറഞ്ഞൊരു പിന്നെ കൂടി എന്തെങ്കിലും കാര്യം പറഞ്ഞു, ഇവരോട് ചെന്ന കാര്യം പറഞ്ഞു. ഇവരന്ന് ഞങ്ങൾ ആ വഴി ഞാനും ഈ ഈ പിന്നെ ഇതിന്റെ ഇത് ഇപ്പോഴൊന്നുമല്ല, ഇത് ഞാൻ വന്നു നിൽക്കുന്ന സമയത്ത് ഒരു നിന്ന് വർഷം ഒരു 2003 അടുപ്പിച്ചു. അല്ല 2003 അടുപ്പിച്ചായിരുന്നു. 2001 ഇവിടെ വന്നു. അപ്പൊ 2002 വന്നു. ആ ക്ലാസ് 3-2 ആ സമയത്താണ്. കാരണം വെച്ചാൽ പുള്ളി എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വന്നു കഴിഞ്ഞ് എന്നെ എനിക്ക് അറിഞ്ഞൂടാ, ഈ അമൃത എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ എന്നും കയറും, രാവിലെ വൈകിട്ടും കയറും, ഇറങ്ങിപ്പോരും, യൂണിറ്റിൽ പോകും. അങ്ങനെ ആ ഏതോ ജെന്നി ഇവരോട് പറഞ്ഞു ഇന്നപോലെ ഗുരുവിന്റെ വീട്ടിലെ പയ്യനാണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആ പിന്നെ ജെന്നി എടുത്തു ഭയങ്കര സപ്പോർട്ടാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഗുരുവിന്റെ വീട്ടിലെന്ന് പറയുന്ന ഒരുപാട് ലാളിക്കണ ആ ഒരു സിസ്റ്റം. ചിലപ്പോൾ എന്നെ ഇവിടെ പിടിച്ചെത്താൻ വേണ്ടി ആയിരിക്കാം. പിന്നെ അതിനുശേഷം എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ നോക്കാൻ ഏർപ്പെടുത്തിയത് ഈ ഗുരുത്വസ്വാമിയാണ്. അങ്ങനെ ആ അതിന്റെ ഇതിലെന്ന് പറയുമ്പോൾ പുള്ളിയുടെ പിന്നെ അത് കൂടാതെ തന്നെ എന്റെ കല്യാണം വന്നിട്ടുണ്ട്. എന്റെ കല്യാണം വന്ന സമയത്ത് എന്നെ കുറച്ചാള് ഇദ്ദേഹത്തിന്റെ റൂമിൽ ഈ നമ്മളെ യൂണിറ്റിൽ പോകാനുള്ള മാനസികാവസ്ഥ ശരിയില്ലാത്തതുകൊണ്ട് പുള്ളി തന്നെ പുള്ളിയുടെ റൂമിൽ അവിടെ പിന്നെ സഹകരണ മന്ദിരത്തിന്റെ ബാക്കിൽ പുള്ളിക്ക് റൂമുണ്ട്, 2ാമത്തെ നിലയിൽ. ഒരു വലിയൊരു ഹാള്, പുള്ളിയുടെ റൂമും. ഈ വെളിയിൽ കൂടി വരുമ്പോഴത്തേക്ക് പുള്ളിയുടെ റൂമിലോട്ടും ഹാളിലോട്ടും സെപ്പറേറ്റ് ഡോറ്. പക്ഷേ ഈ ഹാളിൽ നിന്ന് പുള്ളിയുടെ റൂമിലോട്ട് കയറാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതാണ്. അപ്പൊ പുള്ളിയുടെ കൂടെ കുറെ ആൾ പുള്ളിയുടെ കാര്യങ്ങൾ നോക്കാൻ നിന്നപ്പോഴത്തേക്ക് അവിടെ വെച്ച് ഞാൻ ഇദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അത് 2007 എന്റെ കല്യാണത്തിന് മുമ്പ് ആണ്. പക്ഷെ എന്റെ കല്യാണം
ഞാൻ വേറൊരു പെണ്ണിനാണ് പറഞ്ഞത്. അപ്പൊ അത് ഇവർക്ക് അത് പറ്റത്തില്ല. ഇവര് ഈ ദർശനം നോക്കി വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കര ഇതാണ്. കാരണം ഞാൻ തട്ടിപ്പൂ അങ്ങനെ രീതിക്ക് പറഞ്ഞു. അങ്ങനെ കുറെ നാൾ അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് അവസാനം ഇവര് തന്നെയാണ് ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയുടെ ഈ പെണ്ണിനെ മതി, അവർ ദർശനത്തിൽ നോക്കിയപ്പോ ഈ പെണ്ണിനെ മതി, അതുകൊണ്ടല്ലേ ഇവര് പറഞ്ഞത്. പറഞ്ഞ് ഈ വിരുന്ന് എല്ലാം കഴിഞ്ഞ് പോക്കുവരൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന്റെ ഡേറ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവര് പറയുന്നത് ആ പെണ്ണിനെ വേണ്ട, വേറെ നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞൊരു പിന്നെ അവര് ഒരു ആൺപെണ്ണാണ്, ഒരു കല്യാണം വേണ്ടാന്ന് ഇപ്പൊ ഇത്രയും വരെ വെച്ച് ഡേറ്റ് മാത്രമേ കിട്ടാൻ കൂടി 1 മാസത്തിന് ഡേറ്റ് ഇടുന്നതാണ്. അത്ര സമയമുള്ളപ്പോൾ ഞാൻ ചെന്ന് എങ്ങനെ പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഗുരുരത്ന അതായത് പിന്നെ ജനറൽ സെക്രട്ടറി ചൈതന്യ സ്വാമിയും ഈ ഗുരുരത്ന സ്വാമിയും കൂടെ എന്നെ മീറ്റിംഗ് വെച്ചേക്ക് ഈ കാര്യം പറയാൻ വേണ്ടി. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയൊന്ന് പറയണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ ഗുരുരത്ന സ്വാമി പറഞ്ഞു തന്നത്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാൻ അച്ഛനോട് പറഞ്ഞണ്ടേ പെണ്ണിനെ എനിക്ക് വേണ്ടാന്ന് പറയാം. അത് എനിക്ക് എന്താ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു അത് പെണ്ണ് ശരിയല്ല എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ 3 ആൺപിള്ളേരാണ്. ഒരു പെണ്ണിനെ സത്യം പറഞ്ഞ പെൺകൊച്ചിനെയൊക്കെ ദത്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ പെണ്ണിനെ ചോദിക്കണമെങ്കിൽ ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ അവിടെ നിന്നിട്ട് ഈ ഗുരുസ്വാമി പറഞ്ഞു വളരെ മോശമായ രീതിയിലാണ്. അപ്പൊ അന്നാ മോശമായിട്ട് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നുള്ളത് ഇവന്റെ മനസ്സിലിപ്പോ എന്താണെന്നുള്ളത് എന്റെ വൈഫ് പുറത്ത് പരാതി ഇപ്പൊ ഈ കേസ് വന്നപ്പോഴാണ് എനിക്ക് ഇത് മനസ്സിലാവുന്നത്. കാരണം ഇവന് ഉള്ളില് മോശമായിട്ടുള്ള ഈ സെക്ഷൻ തന്നെ അത് തന്നെ അങ്ങനെയുള്ള ഒരു ഇത് അന്ന് തൊട്ടേ ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു കാര്യം കൂടി പറയാം. ചേട്ടന്റെ കേസ് വന്ന സമയത്ത് ഞാൻ ഈ ആടുശുദ്ധി കയറിയിട്ട് എന്നാലും ഒരു 5-8 മാസം ആയുള്ളൂ. ഈ ചേട്ടന്റെ കേസ് വന്നപ്പോഴത്തെ 1 വർഷമായി. കയറി ഒരു 5-8 മാസം കഴിഞ്ഞപ്പോൾ ഒരു പാതയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇടക്ക് വന്നിട്ട് അവിടെ ഒരു പച്ചക്കറി സ്റ്റോളുണ്ട്. അവിടെ ചായ എല്ലാം കൂടി ഉണ്ട്, ഷോപ്പിംഗ് മോൾ പോലെ ഹൈവേ തന്നെയാണ്. അവിടെ ഒരു വണ്ടിയിൽ കിടക്കുകയാണ്. അപ്പൊ ഞാൻ ചാവടിക്കാന്നപ്പോ എന്നെ കണ്ട്. അപ്പൊ ഒരു പയ്യനെ വിട്ടിട്ട് ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞത് നിന്റെ ചേട്ടനായിട്ട് ഒരു പണി കൊടുക്കുന്നുണ്ട്, കൂടെ ഇരുന്നോട്ടോ. അപ്പൊ അന്നെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കറിയാൻ പറ്റും. കാരണം പുള്ളി അന്ന് ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നുണ്ട്, പിന്നെ ഫേസ്ബുക്കിൽ എഴുതും, പിന്നെ കേസൊക്കെ കൊടുത്തെന്നുള്ളത്. നമ്മൾ അന്ന് നമ്മുടെ പടത്തിലേക്ക് ഇച്ചിരി പിന്നെ അടിയൊക്കെ ഉണ്ടായോണ്ട് അതൊക്കെ മാറ്റി ആശ്രമത്തിൽ രണ്ടാമതൊന്ന് പ്രശ്നമെന്ന് പറഞ്ഞ് കയറി അതിന്റെ പുറകിലായിരിക്കും. അപ്പൊ ഇദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞത് ഇത് ചേട്ടനോട്ട് പണി കൊടുക്കാൻ പോയതിന് കൂടെ ഇരുന്നോളൂന്ന് പറഞ്ഞു. കാരണം ഇതിക്ക് മുമ്പ് തന്നെ പുള്ളി പല പ്രാവശ്യം എൻ്റെ അടുത്ത് പറയാറുണ്ട്, നിന്നൊക്കെ നിന്റെ കുടുംബം എന്ന് പറയുമ്പോൾ ശാന്തിയിലാണ്, നിന്റെ വീട്ടുകാരൻ നിനക്ക് വേണ്ട. നീ അപ്പൊ എന്ന് വെച്ചാൽ ഒരാളാ ഈ വീട്ടിൽ നിന്ന് ഒരാളെ അവിടെ സ്ഥാപിക്കണം. ഇന്ന് ഇപ്പഴാണ് എനിക്ക് മനസ്സിലാണത്. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജീവന്റെ വലിപ്പവും പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കള്ളത്തിലൊന്നും വെച്ചേ. പക്ഷെ ഈ ചേട്ടന്റെ ഇതിന് എനിക്ക് 50,000 രൂപ തരാന്ന് പറഞ്ഞാണ്. പക്ഷെ ഇന്ന കേസ് എന്ന് പറഞ്ഞൂടെ കൂടെ നിന്നേക്കണം, പിന്നെ 50,000 രൂപ നിനക്ക് അത് തരോട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു പല ജോലിയിൽ സസ്പെൻഷൻ കൊടുക്കേ. കാരണം ആശ്രമത്തിനെതിരായിട്ടില്ല എന്നാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം പുള്ളി എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കും പുള്ളി ഇരുന്നത്. പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ അന്നേരം പണ്ടും അതെ പിന്നെ ഇപ്പോഴാണ് ഞാൻ 10 രൂപയുടെ പറയണത്. കാരണം അവിടെ ശരിയല്ല, അത് എനിക്ക് ബോധ്യം ചെയ്തുകൊണ്ട്. മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിൽക്കാൻ പറ്റുന്ന സമയത്താണ് ഈ അകത്ത് നടക്കണത്, കള്ളു കുടിക്കണത് കണ്ടതുകൊണ്ട്, പെണ്ണ് കേസ് കണ്ടതുകൊണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ പറയാറില്ല. പക്ഷെ ഈ അകത്തെന്ന് പറയുമ്പോ ഇദ്ദേഹത്തിന്റെ റൂമില്, ഈ ഹരിയുടെ റൂമില് അവിടെ കുപ്പി കാണുന്നുണ്ട്. ചോദിച്ചപ്പോൾ പറഞ്ഞ് അതോ ഗൾഫിൽ നിന്ന് കൊടുത്ത് അതൊരു പാനീയമാണെന്ന് ശരീരം നിന്നാണിട്ട്. അന്ന് ഇയാളെല്ലാം പ്രാടാൻ ഞാൻ, കാരണം വെച്ചാൽ കള്ള് നമ്മള് കുടിക്കണല്ലേ. അപ്പൊ ഇതിന്റെ അറിയാം വൈറ്റ് ആയിരുന്നു, വൈറ്റ് കുപ്പി. പക്ഷെ അതിന്റെ അകത്തിരിക്കുന്ന സാധനം വൈറ്റ്, എന്ത് വോഡ്കയായിരിക്കും അത്. അപ്പൊ അത് പിന്നെ സേവിക്കണായിരിക്കും, അവൻ സേവിച്ചോട്ടെ. ഞാൻ അങ്ങനെ തിരുത്തേണ്ട കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി സന്യാസിയാണ്, പുള്ളി ചെയ്യുന്ന തെറ്റാണ് ചെയ്യണമെങ്കിൽ അത് പുള്ളി അനുഭവിച്ചോളൂ. ഞാൻ തെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അനുഭവിച്ചോളൂ. എനിക്ക് അയാളെ നന്നാക്കേണ്ട കാര്യമില്ല. അയാൾ കള്ള എന്തെങ്കിലും കുടിച്ചോട്ടെ, ഞാൻ എന്റെ വഴിക്കാൻ നടക്കും. പക്ഷെ അത് ഞാൻ പ്രതികരിക്കാതെ വന്നെങ്കിൽ ഇതിന്റെ അങ്ങേപ്പുറം എനിക്ക് വന്നത്. പക്ഷെ ഞാൻ മിക്ക പരിപാടികളുണ്ട്, വേറെ പരിപാടികൾ മിക്കുണ്ട്. പക്ഷെ നമുക്കത് പറയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് അത് പുറത്ത് പറഞ്ഞ് ഇപ്പൊ തന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഇവിടെ നാട്ടുകാർ പറയാറുണ്ട്, എടേ രാത്രിയൊക്കെ കാണുമ്പോഴേ ഇങ്ങനെ ഇറങ്ങി നടക്കല്ല. അത് ആൾക്കാർ നടക്കണമെന്ന് വെച്ചാൽ ആൾക്കാർ സ്നേഹം കൊണ്ട് പറയണം നേരത്തെ കാലത്ത് വീട്ടിൽ കയറി. കാരണം അല്ലെങ്കിൽ അവന്മാര് നിന്നെ കൊല്ലുമെന്നാണ് നാട്ടുകാർ പറയണത്. എനിക്കതിന് പേടിയില്ല. ഈ വൈഫിന്റെ ഇത് പിന്നെ എഫ്ഐആർ ഇവിടെ ഇപ്പൊ ജാമ്യം എടുത്തിറങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെയൊക്കെ ഇതിൽ വെച്ചാണ് എന്നോട് ഇങ്ങനെ നേരത്തെ വീട്ടിൽ കയറാൻ പറയണത്. പിന്നെ ഇപ്പൊ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അടുത്ത് തന്നെ ഒരു സ്വാമിയുടെ ഒരു ഇത്
പിന്നെ എന്റെ വാട്സാപ്പിലും വന്നിട്ടുണ്ട്. അപ്പൊ അന്ന് അതിൽ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉള്ളത് തന്നെയാണ്. ആ പെണ്ണ് സംസാരിച്ചേക്കുന്ന സ്വാമി സംസാരിക്കുന്ന കറക്റ്റ് കാര്യങ്ങളാണ്. ഞാൻ അന്ന് ഈ സ്വാമി ഇപ്പൊ ഏകദേശം ഒരു മാസമായിട്ടുള്ള സ്വാമി ഇവിടെ നിന്ന് പോയി. നമ്മളെന്ന് പറയുമ്പോഴത്തെ പല ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് തന്നെ ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങൾ. പക്ഷെ അവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ഒന്നെങ്കിൽ അവർക്ക് വേണ്ടത് തെളിവ്, ചിലപ്പോ അത് മേടിച്ച് അപ്പുറം കൊടുക്കാനായിരിക്കും തെളിവ്. ഞാനേ പിന്നെ അന്നൊന്നും നമുക്ക് ഈ വീഡിയോ എടുക്കണ്ട, ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കത്തില്ലായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ചെയ്യുന്ന കാര്യങ്ങൾ അവരനുഭവിക്കും. പുള്ളി സ്വാമിയായിട്ടിരുന്നത് ഇങ്ങനെ ഒരു പ്രത്യേകത ചെയ്യുന്നത് അത് പുള്ളിയുടെ നമ്മളെ പണ്ട് പറഞ്ഞ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജീവനിൽ വന്നു ചേരും, നമ്മുടെ കൊണ്ടാകുന്ന കുട്ടികളിൽ അത് ഇങ്ങനെ വരും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചില കാര്യങ്ങൾ ഈ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു. പിന്നെ അത്യാവശ്യം എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ട് അതിലിപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്, അത്യാവശ്യം ഇച്ചിരി സ്മോൾ അടിക്കും. അത് ഏറ്റവും കൂടുതൽ അടി കൂടിയത് ഇവിടെ വന്ന് ഇവര് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചെന്ന് വെച്ചത് കള്ള് തന്നു. അതായത് നമ്മുടെ വീക്കെൻഡ്സ് ഏതാണ്. ഇപ്പൊ എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നാട്ടിൽ വെച്ച് ഞാൻ കഴിക്കുമായിരുന്നു, ഇടയ്ക്കെന്ന് പറയുമ്പോഴത്തേക്ക് വിളിച്ച് നന്നാൻ കൊണ്ടൊന്നും ആക്കിയത്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവരുടെ കൂട്ടത്തിൽ നിർത്തി ഈ കള്ള് മേടിച്ചു തന്നിട്ടാണ് നമ്മളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും പല രീതിക്കും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇദ്ദേഹത്തിന്റെ ഒരു വീട്ടിലെ ഒരു ഇദ്ദേഹത്തിന്റെ പെങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ സ്വന്തം പെങ്ങളെ പോലെ തന്നെ കണ്ടേക്കണം. അത് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം. അടുത്തടുത്ത് അടിക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ ഞാൻ ആ വീട്ടിൽ പോകണത് നമ്മുടെ ഒരു പെങ്ങളുടെ വീട്, അതിപ്പോഴും ഞാൻ പറയുന്നു എൻ്റെ ഒരു പെങ്ങളെ പോലെ തന്നെ അവരെ കണ്ടിട്ടുള്ളത്. അവർ എന്നെ തിരിച്ചെന്നെ അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ഈ ചേട്ടന്റെ കേസിന്റെ സമയത്ത് ഇയാളുടെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ വൈഫിന്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. ആശ്രമത്തിലിട്ടൊക്കെ എതിരായിട്ട് നിന്നിട്ട് ആശ്രമത്തിന് ഇതേപോലുള്ള വൃത്തിയായിട്ട് കണ്ടിട്ട് പുള്ളി മാറി നിന്നിട്ട് പുള്ളി ഇപ്പൊ ഇടക്ക് ഇപ്പൊ ആശ്രമമായിട്ട് ഭയങ്കര ആശ്രമമല്ല ഈ ഗുരുസ്വാമിയായിട്ട് ഭയങ്കര ഇതാണ്. അപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഈ ചേട്ടൻ ഒളിവിലിരിക്കുന്ന സമയത്ത് പറയുന്നത്, എടേ പിന്നെ ചേട്ടനടുത്ത് സറണ്ടർ ആകാൻ പറയുന്നത്. ഞാൻ പറയും എനിക്കറിയാൻ പറഞ്ഞ എവിടെ ഇരിക്കണെന്ന് അറിയാതെ ഞാൻ വിളിച്ച് പറഞ്ഞാല്. അപ്പൊ ചേട്ടൻ എന്നെ കേസിനല്ല പോയേക്കണത്, ഞാൻ അടുത്ത എന്നെ പ്രവചിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ പറഞ്ഞ് ഞാൻ പറഞ്ഞ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലേ അവര് ക്രിയേറ്റ് ചെയ്താണ്, അത് അങ്ങനെ തന്നെ പോട്ടെ, പിന്നെ കൂടി വന്നാൽ തൂക്കിക്കൊല്ലോ, അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി അനുഭവിച്ചോളൂ, അത്ര എനിക്ക് പറയാനുള്ള. അപ്പൊ നിന്റെ പേരിലൊരു കേസുണ്ടായിരുന്നു. ഞാൻ നിന്റെ പേരിൽ എന്ത് കേസാണ്, നീ സ്വാമിയുടെ സഹോദരിയായിട്ട്. ഞാൻ പറഞ്ഞ അത് ഒരുത്തന് ഇവിടെ ചുമ്മാ എന്തോ പറഞ്ഞിട്ടൊന്നു. അപ്പൊ പിന്നെ അതിൽ കാര്യമൊന്നുമില്ല അണ്ണാ, കാരണം ഈ പെണ്ണിനെ കുറിച്ച് മോശമായിട്ടൊക്കെ പറഞ്ഞത് മോശമല്ലേ. സോമന്റെ അടുത്ത് എല്ലാം പറഞ്ഞിരുന്നു, നീയും സോമയുടെ സഹോദരിയും കൂടി അങ്ങനെ ഉള്ളത് കറക്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചു സ്വാമി അണ്ണനോട് പറഞ്ഞു. എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പിന്നെ എന്തായിരിക്കും, ഞാൻ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരാങ്ങളക്ക് ഇല്ലാത്ത വിഷമം എനിക്കെന്തിനാണ്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാൾക്ക് മനസ്സ് നോക്കണം. ഇപ്പൊ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു സഹോദരിയെ കുറിച്ച് പറയും, ഏതെങ്കിലും ഒരു ആങ്ങളെ പറയും. അപ്പൊ ആരെ വെച്ച് സഹോദരിയെ വെച്ച്. അപ്പൊ അത്ര നെറികെട്ടവനാണ് ഈ പറഞ്ഞ കുട്ടികൾ. ഇത് സ്വന്തം കാരോട് ചെയ്യണമെങ്കിൽ മറ്റുള്ളവരോട് രീതിക്കായിരിക്കും പ്രതികരിക്കുന്നത്. ഇവരും ഈ പറയുന്ന അമൃതജനനിയും തമ്മിലുള്ള അല്ല, ഒരുപാട് കാര്യങ്ങൾ പറയണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ട പല കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്കത് ഞാൻ ഇപ്പൊ പറയൂല. എന്തെങ്കിലും ഒരു കാരണവശത്താ ഇപ്പൊ തന്നെ അവരായിട്ട് തന്നെ ഒരു കേസ് ഉണ്ടെന്ന് എനിക്ക് പറ്റുമെങ്കിൽ ഒരു പിന്നെ FIR ഇട്ടുണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം പോയിട്ട് അത് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. മാനഭംഗം, അതും കൂടി പറയാം. മാനഭംഗപ്പെടുത്തിയെന്നാണ് എനിക്ക്. എൻ്റെ അളിയൻ വൈഫിന്റെ ആങ്ങള വെളിയിൽ നിന്നാണ് കല്യാണം. പക്ഷെ ആശ്രമ വിശ്വാസമല്ല, അവൻ പണ്ടേ ഇച്ചിരി മാറിയിരിക്കുന്നതാണ്. കാരണം ഇവിടെ തടിയുടെ എന്നുള്ള അവന് നേരത്തെ മനസ്സിലാകൊണ്ടാണ് അവനിപ്പോ ശാഖയിലൊക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മാറിയിരിക്കുന്നത്. അപ്പൊ അവന്റെ കല്യാണം നടക്കുന്നത്. എന്റെ വൈഫിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ കുടുംബത്തോട് ഇരിക്കുന്ന ദേഷ്യം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പൊ ഇവന്റെ കല്യാണം നടക്കുന്നില്ല. ഇവന്റെ കല്യാണം ഞാൻ എന്റെ പിന്നെ ഗുരു പറഞ്ഞ പെണ്ണെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ ഇവര് പലത് പറഞ്ഞുണ്ടായി കേട്ടു. ആ പെണ്ണിനെ മാത്രം ഞാൻ കെട്ടുമെന്നും പറഞ്ഞ് എന്റെ ചേട്ടനെന്ന് പറഞ്ഞിട്ട് ചേട്ടനും ചേച്ചിയും എല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് ഇത് ഞങ്ങൾ വിളിച്ചോണ്ട് പോരുന്നത്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗുരു പറഞ്ഞ ഒരു പെണ്ണിന് അല്ലെ എന്ത് കുറവുണ്ടെങ്കിലും ഗുരു പറഞ്ഞാണെങ്കിൽ നമ്മൾ കെട്ടാൻ ബാധ്യസ്ഥരാണെന്ന് വെച്ചിട്ടാണ് ആ ഒരു പരിപാടി ചെയ്തത്. അപ്പൊ ഈ ഗുരു ആ കുടുംബത്തെ എങ്ങനെ അറിയണത്? അപ്പൊ ഇപ്പൊ നിങ്ങള് കല്യാണം കഴിച്ച ആ വീടുമായിട്ട്
അയാള് പറഞ്ഞിട്ടാണല്ലോ ശരിക്കും നിങ്ങൾ കല്യാണം കഴിക്കും ഇവള് ഏകദേശം 3 വയസ്സുള്ളപ്പോ തൊട്ട് ആശ്രമത്തിൽ ബന്ധമുണ്ട്. ആശ്രമത്തിൽ നിന്ന് വളർന്ന് ഈ പിന്നെ ജോലിയെടുത്ത പൈസ വരെ ആശ്രമത്തിൽ, കാരണം അവൾക്കൊരു കല്യാണ സമയമാകുമ്പോഴത്തേക്ക് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവളെ കൊണ്ട് ജോലി ഈ ഞാൻ എൻ്റെ കൂടെ വന്ന ആ സമയം വരെയുള്ള പൈസ വരെ അവിടെ പിടിച്ചിട്ടേക്കുന്നു. ഇപ്പൊ എത്ര വർഷത്തെ അവളെ എത്രയാണ് 7 വയസ്സുള്ളപ്പോ തൊട്ട് അവള് ജോലി കയറ്റുന്നതാണ്. 13 വയസ്സുള്ളപ്പോ തൊട്ട് പിന്നെ അവിടുത്തെ കൈത്തറി യൂണിറ്റിൽ എത്ര വയസ്സിലായിരുന്നു അവരുടെ കല്യാണം? അവരെത്ര വയസ്സിലായിരുന്നു നിങ്ങളെ കല്യാണം? അവർക്ക് എത്ര വയസ്സുണ്ടായിരുന്നു നിങ്ങൾ കല്യാണം കഴിച്ചത്? അത് ഇപ്പൊ 2008 ചേട്ടന്റെ കല്യാണം എന്നാലും പ്രായപൂർത്തിയായതിനു ശേഷം. അതൊക്കെ കഴിഞ്ഞു. അല്ല, ഞാൻ ആ വർഷം എത്ര വർഷം അവരവിടെ ജോലി എടുത്തു എന്നുള്ള കാൽക്കുലേറ്റ് ഇപ്പൊ ഈ ആങ്ങളുടെ കല്യാണം ബ്ലോക്ക് വന്നോണ്ട് ഞാൻ പറഞ്ഞ് അവസാനം എന്ത് ചെയ്ത് വെളിയിൽ നിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാ വെളിയിൽ നിന്ന് നോക്കാൻ ആശ്രമത്തിൽ നിന്നും പറഞ്ഞു. അപ്പൊ ഇനി ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് വീട്ടിലെ ആടിങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്ക് അത് നോക്കി. അപ്പൊ ഇവർക്ക് ആ ഒരു ഇതായി കല്യാണം നടന്നേ, കല്യാണത്തിന്റെ എല്ലാം ഓക്കെ. അപ്പൊ പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് ഫേസ്ബുക്കിൽ ഞാൻ ആരോ ഇട്ടൊരു ഇത് വലിയ വൃത്തികേടൊന്നുമല്ല, ഈ ആത്മീയതയുടെ മറവിൽ നടക്കുന്ന ഞാൻ അതിൽ കമന്റ് ഇട്ട് എന്റെ ജീവിതത്തെ ബാധിച്ചുകൊണ്ട് ഞാൻ അതിലൊരു കമന്റ് ഇട്ടുകൊണ്ട്. അപ്പൊ അതിനെതിരെ ഒരു എഫ്ഐആർ വീണു. ആദ്യം ഇട്ടതിൽ ആരോ ഇട്ടത് ഞാൻ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്ത്. അതും ഈ മറ്റേ സാമീനെ പിടിച്ചില്ലേ, ഗുർമീത് സിംഗ്, അങ്ങേരുടെ ഫോട്ടോയും ഇപ്പോഴത്തെ ഇവിടത്തെ ജാതിയുടെ ആളുകളായിട്ടുള്ള അവരുടെ ഫോട്ടോയും കൂടെ ഇട്ടപ്പോഴത്തേക്ക് എനിക്കത് ശരിയാണെന്ന് തോന്നിയോണ്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പ്രാണാണ് തോന്നിയോണ്ട് ഞാൻ അതിൽ കമന്റ് ചെയ്തു. എന്റെ കുടുംബത്തെ ഇപ്പൊ ഈ വസ്തു ഉൾപ്പെടെ വാങ്ങിച്ച ഞാൻ പരിപാടിയിലാണ്. അത്ര ഇതൊരു ഇതായിട്ട് നിൽക്കണ എനിക്കതിൽ ഇടേണ്ടി വന്ന് കമന്റ്, ചെറിയൊരു കമന്റ്. അതിൽ മോശമായിട്ടുള്ള പെണ്ണിനെ അപമാനിക്കുന്ന പറ്റില്ലേ. അതിനുശേഷമാണ് വേറൊരു എഫ്ഐആർ ഉണ്ടാക്കണം. അത് ഈ എൻ്റെ വൈഫിന്റെ ഞങ്ങളുടെ കല്യാണത്തിന്റെ ഒരു 2 ആഴ്ചക്ക് മുന്നേ. അത് അറിയാനില്ല സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മാനഭംഗപ്പെടുത്തി. ശാന്തിഗിരിയിലെ ജന്യമാരെ മാനഭംഗപ്പെടുത്തിയതാണ്. അത് പിന്നെയല്ലേ വകുപ്പിട്ടേക്കണത്. വകുപ്പിട്ടിട്ട് ഇവരുടെ ബുദ്ധി നോക്കിക്കോണം. കല്യാണം നടക്കും, അത് ഉറപ്പായി. പിന്നെ ഒരു സുപ്രഭാതത്തിൽ എന്നെ ഇവര് വിളിച്ചിട്ടാ പറയണത് എന്നെ പോലെ എഫ്ഐആർ പോയിട്ടുണ്ട് 6 പേരുടെ നമ്മള് വേറൊന്നുമല്ല, എന്റെ പേരിൽ എഫ്ഐആർ സാധ്യതയുള്ളതുകൊണ്ട് നമ്മള് ഇടക്കിടക്ക് നെറ്റിൽ സെർച്ച് ചെയ്തിരിക്കും. നമുക്ക് സംശയമുള്ള പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും വീട്ടുണ്ടോന്ന് അറിയാം. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇവരുടെ ഉദ്ദേശം വേണമെന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുക. അറസ്റ്റ് ചെയ്ത് മാത്രമല്ല, എപ്പോഴാണ് സമയം, വർഷം? ഇതിപ്പോ ഒരു 8 മാസം മുമ്പ്. കുട്ടനെ ഏപ്രിൽ മാസം, മാർച്ച് മാസം, ഈ വർഷം. അപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് ഇവര് നമ്മളെന്ത് ചെയ്തു, മുൻകൂർ ജാമ്യത്തിന് കൊടുത്തു. ഇവരുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം എഫ്ഐആർ ഇട്ടല്ല, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രത്തിൽ പടം വന്നെ എന്റെ ഫോട്ടോ സഹിതം കൊടുക്കാം. ഫോട്ടോ സഹിതം കൊടുത്തിട്ട് മാനഭംഗ കേസിൽ പ്രതിപിടിയില് കല്യാണം അത് കുളമായി. കാരണം എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്രത്തിൽ ഇടാം. ഈ വകുപ്പ് ഇടുന്നുള്ളത് അങ്ങനെ മാനഭംഗപ്പെടുത്തിയാണ്. പക്ഷെ ഇലക്ട്രോണിക് മാധ്യമമാണ്, ഫേസ്ബുക്കിലാണെന്നുള്ളത് കോടതി ചെല്ലുമ്പോഴാണ് അറിയുള്ളൂ. വരുമ്പോ ഇദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ വകുപ്പ് പ്രകാരമുള്ള ജനങ്ങളെ മുമ്പില് ഇതിപ്പോ ചെയ്യായിരുന്നു. പക്ഷെ ഇവര് എന്നിട്ട് പത്രത്തിൽ ഇന്ന് സംഭവം ജാമ്യം കിട്ടുന്നത് മുൻകൂർ ജാമ്യത്തിന് കൊടുത്ത് മുൻകൂർ ജാമ്യം കിട്ടിയോണ്ട് അത് കാരണം തന്നെ പത്രത്തിൽ വന്ന് എന്റെ പേര് പോലും വന്നില്ലായിരുന്നു. പത്രത്തിൽ വന്നതെന്ന് വെച്ചാൽ ശാന്തിഗിരി ആശ്രമത്തിനെ അപമാനിക്കാൻ ശ്രമിച്ച ആ രീതിയിലാണ് വന്നത്. മറ്റേ വകുപ്പ് വന്നില്ല. ഇത് സംഭവം എല്ലാം പത്രത്തിൽ നേരത്തെ ഒരാഴ്ചക്ക് മുമ്പ് റെഡിയാക്കി വെച്ചേക്കാണ്. ചിത്രകാട്ട് വിനോദ് ഇന്നാളുടെ മകൻ എന്ന് പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. അറസ്റ്റ് ഇത് സംഭവം നമ്മൾ അറിഞ്ഞില്ല. ഇത് മുൻകൂർ ജാമ്യത്തിന് കൊടുത്തില്ലെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് നേരെ പിറ്റേ ദിവസം പത്രത്തിൽ കഴിയുമ്പോൾ കല്യാണം ഫോളോക്ക് ഇതിനു വേണ്ടി ചെയ്ത പരിപാടിയാണ് ഇത്. പിന്നെ ആശ്രമത്തിൽ വിശ്വസിക്കുന്ന വേറെ വിശ്വാസികളുണ്ടാകുന്നത്, അവര് വേറെ ഏതെങ്കിലും പ്രസ്ഥാനമായിട്ടോ സംഘടനയായിട്ടോ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ആശ്രമം എന്ത് ചെയ്യും? അതായത് ചേട്ടൻ ആശ്രമ വിശ്വാസിയെ നിൽക്കുക, നമ്മൾ വേറെ ഏതെങ്കിലും സംഘടനയായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിലും ആശ്രമത്തിനുമാക്കുന്നുള്ള സമീപനം എങ്ങനെയായിരിക്കും? ആശ്രമം അവരെ കയ്യിലെടുക്കും. അവരെ കയ്യിലെടുത്തിട്ട് നമ്മൾ അവിടെ ഒറ്റപ്പെടുത്തിക്കുക. അവർക്ക് കൊടുക്കേണ്ട കാശ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത്
അവരെ കയ്യിലെടുത്തിട്ട് നമ്മൾ ഒറ്റപ്പെടുത്തും. അതിപ്പോ ഞങ്ങളോട് മാത്രമല്ല, ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ശാന്തിഗിരി ആശ്രമത്തിനോട്, ശാന്തിഗിരി ആശ്രമത്തിനോടൊന്നല്ല ഇപ്പോഴത്തെ ഭരണാധികാരികളോട് ഇച്ചിരിയെങ്കിലും ഇതായിട്ട് ഇപ്പൊ ജീവനോടെ പോണത് നമ്മൾ മാത്രമേ. അത് ഞങ്ങളുടെ മിടുക്കല്ല, ഈ നാട്ടുകാരുടെ മിടുക്ക. കാരണം ഞാൻ പണ്ട് ഇവിടെ നിൽക്കാൻ വരുമ്പോൾ സമയത്ത് ഇവിടെ നീ ആശ്രമത്തിന്റെ അകത്ത് വിളിച്ച് മീറ്റിംഗ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, പൂലന്തറയില ഒരാളിനോടും നിങ്ങൾ കൂട്ടുകൂടെ. ഇപ്പൊ അന്ന് നമ്മളും ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ട് പൂലന്തറക്കാരോട് മിണ്ടിക്കൂടാ, പൂലന്തറ അയൽവാസികളോട് മിണ്ടിക്കൂടാ, പിന്നെ ചെറുപ്പക്കാരോട് മിണ്ടിക്കൂടാ, പൂലന്തറക്കാരോട് ആരോടും മിണ്ടിക്കൂടാ. എന്തുകൊണ്ടാണ് കാര്യം എന്ന് വെച്ചപ്പോ അവര് ഗുരുവിനെ ഇല്ലായ്മ ചെയ്യാൻ തുടങ്ങി, പിന്നെ അതിലും മിണ്ടുവോ. പക്ഷെ അന്ന് നമ്മുടെ നാട്ടിലെ സ്വഭാവം വെച്ചാൽ നമുക്ക് ഇവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലായപ്പോ നമുക്ക് താമസിച്ചാണ്. കാരണം എന്റെ വീട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നിപ്പൊ ചേട്ടന്റെ ഒരു കേസ് കാണുന്ന സമയത്ത് ആശ്രമത്തിന്റെ വൃത്തികേട് അറിയാവുന്നത് കൊണ്ട് ഈ നാട്ടുകാർക്ക് പുള്ളിയുടെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയാന്ന് പറഞ്ഞു. നമ്മൾ മിണ്ടാണ്ടാണെന്ന് വെച്ചാൽ ഈ നാട്ടുകാർ 40 പേരാണ് അന്ന് 3-ാം തീയതി ഇവിടെ രാത്രി തൊട്ട് വെളുപ്പിനെ 3 മണി വരെ ഈ ചുറ്റുവട്ടത്ത് വന്നിരുന്നു. അതായത് നമ്മളെ ജീവനും സ്വത്തിനും അപകടം ഉണ്ടായിരിക്കാൻ. കാരണം അവർക്കറിയാത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ നിലവാരത്തെ അറിയാം, പിന്നെ ആശ്രമം ചെയ്യുന്ന രീതി അവർക്കറിയാം. അപ്പൊ അവര് വന്നിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല, അതും വന്നിരിക്കണം ഇവരുണ്ടാക്കിയ ഒരു ഇന്ന കേസിലെ പ്രതിയുടെ വീടാണ്. അതും കൂടെ നോക്കിക്കോണം. ഇപ്പൊ ഇവിടത്തെ ശാഖയായിട്ട് അല്ലെങ്കിൽ പിന്നെ BJP ആയിട്ട് നമ്മൾ ഇപ്പോഴാണ് നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴാണ് അല്ല പണ്ട് ശാഖയായിട്ട് തന്നെ ബന്ധപ്പെടരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആശ്രമം പറഞ്ഞിട്ടുണ്ട് മീറ്റിംഗ് ഇപ്പഴെന്ന് പറയുമ്പോഴത്തേക്ക് ചെറുപ്പം ഇപ്പൊ എന്റെ അളിയൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ അവന്മാർക്ക് ഇവിടെ നിന്ന് ഇപ്പൊ 2 പേര് പോകുന്നുണ്ട്. പക്ഷെ അവര് അതിന്റെ മെയിൻ ടീമുകളാണ്. പക്ഷെ ഇവര് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ടീമിനെ വളർത്തിയെടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു ഗുണ്ട സെറ്റപ്പ് തീർച്ചയായിട്ടും ഉണ്ട്. ശാന്തി മഹിമ അത് ഗുരു ഉണ്ടാക്കിയതാണ്, പണ്ടേ ഉണ്ടാക്കിയത്. അത് നല്ല കാര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പൊ ചെയ്യുന്നത് അതും കൂടെ എഴുതുന്നത് പണ്ട് ഉണ്ടാക്കിയത് നല്ല കാര്യത്തിന് വേണ്ടി, ഇപ്പൊ ചെയ്യുന്നത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി. ശാന്തി മഹിമ യുവജന സംഘടന അല്ലെ, വിജയ സംഘം എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള മദ്യവും എല്ലാം കൊടുക്കും. ഇവിടെ ഇപ്പൊ വിദേശികൾ വരുന്നുണ്ടോ? ഇതൊരു സംസാരം ഉണ്ട് പുറത്ത് ശാന്തിഗിരി. ഞാൻ ഈ വിഷയം അറിഞ്ഞതിന് ശേഷം കുറെ അന്വേഷിച്ചപ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 5 നക്ഷത്ര വിദേശികള് ഒരുപാട് വരുന്നത് ട്രീറ്റ്മെന്റിന്റെ പേരിൽ വരുന്നത്. ആ ട്രീറ്റ്മെന്റിന്റെ പേരിൽ ഇത് നടക്കുന്നു. മറ്റുള്ള എന്ന് അല്ല ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാൻ കേട്ടതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരിടക്ക് ഒരു സംഭവം വെച്ചാൽ ഈ ആശ്രമത്തിന്റെ ഫ്രണ്ടിലൊരു ഗസ്റ്റ് ഹൗസ് വന്നു പാറക്കുളത്തിനകത്ത്. അത് VIP ഗസ്റ്റ് ഹൗസ്, ഒരു 4-5-6 റൂമുണ്ട്. അത് ഇവരുടെ അറിവോടുകൂടിയാണ് ചെയ്യുന്നതെന്നാണ്. അതറിവുണ്ട്. അത് അറിയത്തില്ലല്ലോ വെച്ചാ ഇദ്ദേഹത്തിന്റെ പല ഇടപാടും നടക്കണം അതിനാണ്. കാരണം പുള്ളിയുടെ വൃത്തികേടല്ല, പുള്ളിക്ക് മറ്റുള്ള VIP-കൾക്ക് ട്രീറ്റ്മെന്റ് അതിന് അവിടെ. കാരണം വെച്ചാൽ അല്ല അവിടെ സുഖമാണത്. കാരണം ആശ്രമത്തിന്റെ കോമ്പൗണ്ട്, ആശ്രമത്തിനകത്തല്ല, വലിയൊരു പാറക്കുളം. ആ പാറക്കുളം കഴിഞ്ഞ് നേരെ ഒരു ഇടിങ്ങ സ്ഥലത്താണ് ഈ സംഭവിക്കുന്നത്. ആശ്രമത്തിന്റെ വണ്ടിയിൽ കൊണ്ടുവന്നാക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയിൽ വരിക. ആശ്രമത്തിന്റെ ഗസ്റ്റ് ആണ്, അവിടെ പോലീസ് വരുന്നില്ല. പോട്ടെ, പോലീസ് എന്നല്ല, നമ്മൾ വിശ്വാസികൾക്ക് പോലും അവിടെ ചെല്ലാൻ പറ്റാത്തത്. വേറെ കാര്യമുണ്ട്, സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇരുന്നുകൊണ്ട് എനിക്കറിയാം, എനിക്ക് പബ്ലിക്കായിട്ട് ഇപ്പൊ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം വെച്ചാൽ അവിടെ അവർ വിളിച്ചു പറയും ഇന്ന ടീംസ് വരും, വേണ്ട ഇത് കൊടുക്കുമെന്ന് പറയും സെക്യൂരിറ്റി വരും. അപ്പൊ ഇത് വേറെ അപ്പൊ അവിടെ അറേഞ്ച് കൊടുക്കും, അവര് കഴിഞ്ഞ് പോകും. അങ്ങനെയൊക്കെയല്ല നമുക്കിത് മനസ്സിലായി വന്നു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ പല ആൾക്കാരും പറയുന്നുണ്ട് മെഡിസിനിന്റെ പരിപാടി ഉണ്ടല്ലോ. അതില് ഞാൻ ലാസ്റ്റ് കയറുന്ന സമയത്ത് ഒരു അരവിന്ദൻ എന്ന് പുള്ളിയുടെ അച്ഛൻ്റെ സന്യാസിയാണ്. അരവിന്ദൻ അവരുടെ അമ്മ പെങ്ങൾ അവരൊക്കെ ഉണ്ട്. പക്ഷെ ഈ അണ്ണനെ ഈ ശാന്തിരി ആശ്രമത്തിൽ ഒരു സ്വാമി പോയിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കണം. എന്നെ കൊണ്ടുപോയെന്ന് വെച്ചാൽ പിടിച്ചു കൊടുക്കാൻ വേണ്ടി രാത്രിയിൽ. അവിടെ പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇടയ്ക്ക് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം പുള്ളിക്ക് ഒരു അസുഖമില്ല, പുള്ളിനെ കുത്തിവെച്ച് എന്നിട്ട് അവരുടെ വസ്തുവകകള് ഇവര് കൈക്കലാക്കി. അവരുടെ വസ്തുവകൾ നേരത്തെ കൊടുത്തേക്കാണ്. അത് അവർക്ക് പുള്ളി ബ്രഹ്മേരായിട്ട് ആ അപ്പൊ പുള്ളിയുടെ എന്തോ ഒരു ഇതുണ്ട്. പിന്നെ പുള്ളിയുടെ അച്ഛനൊരു സന്യാസിയും കൂടിയാണ്.
മകന്റെ ഇത് വെച്ചിട്ട് അച്ഛനെ തടുക്കാം. ഈ മുതിർന്ന സന്യാസിയാണ് അവരൊക്കെ എന്ന് കല്യാണം പറയുമ്പോൾ കഴിച്ച് മക്കളുണ്ടായി കഴിഞ്ഞിട്ട് സന്യാസിയാക്കി. കാരണം അവര് സന്യാസി അവർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ പണ്ട് തൊട്ടേ ഗുരുവിന്റെ ഒപ്പം ഉള്ളതാണ്. അപ്പൊ അവരുടെ വാക്കിന് ഒരു വിലയുള്ള സന്യാസി കൂടെ. ആ സന്യാസിയുടെ വായ ഒതുക്കണമെങ്കിലും മകനെ പിടിച്ചാൽ മതി. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്, എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ലാസ്റ്റ് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോൾ അതിനുശേഷമാണ് ആ വീഡിയോ ഒക്കെ ഇതിൽ കണ്ടത്. ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോൾ ഞാനാണ് കൂടെ കൊണ്ടുപോയത്. അപ്പൊ ഞാൻ നോക്കണ ഈ ജ്യോതിപ്രകാശ സ്വാമി എന്ന് പറഞ്ഞാൽ ഞാൻ പറ്റിയെടുത്ത് പറയാം. ജ്യോതിപ്രകാശ സ്വാമി എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലാണ്, പിന്നെ ചേർത്തലയില്. അദ്ദേഹമാണ് പിന്നെ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നത്. പിന്നെ പുള്ളിക്ക് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയിലായിരുന്നു, ഈ ഹോസ്പിറ്റലിലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഏത് മരുന്ന് ഇഞ്ചക്ഷൻ എടുക്കാനൊന്നും അറിയില്ല. ഇഞ്ചക്ഷൻ എടുക്കാനല്ല, ഏത് മരുന്നാണ് പുള്ളിക്ക്. പണ്ട് എന്റെ ചേട്ടന്റെ കൂട്ടത്തിൽ തന്നെ കൺസ്യൂമർ ഈ മസാലയുടെ ഒരു കൺസ്യൂമർ യൂണിറ്റ് ഉണ്ട്. ഇഞ്ചക്ഷൻ അറിയില്ല, ഇങ്ങനെ കണ്ടു പരിചയിച്ചു ഇൻസുലിന്റെ ഇഞ്ചക്ഷൻ എടുത്ത് പരിചയമുള്ളതെന്ന് അറിയില്ല. അതെ, പിന്നെ അദ്ദേഹത്തിനെന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞ സന്യാസി ആക്കിയത്. ഈ സന്യാസി എന്ന് പറയുമ്പോൾ ചെറുപ്പം തൊട്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് സന്യാസി എന്ന് പറയുമ്പോൾ ബ്രഹ്മചാരിയായിട്ട് ഇരുന്ന് അവരുടെ കുറെ ഇതൊക്കെ മാറി എല്ലാം കഴിഞ്ഞിട്ടാണ് സന്യാസിയാണ് നടക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നേരെ മറിച്ചായിരുന്നു. പുള്ളിയുടെ പെട്ടെന്നാ പിടിച്ചത് സന്യാസിയായിട്ട്. അപ്പൊ അതിക്ക് മുമ്പ് വരെയെന്ന് പറയുമ്പോഴത്തേക്ക് ലൈവിൽ തന്നെ എന്റെ കണ്ണു മുമ്പിൽ തന്നെ അതിനെ കുറിച്ചൊരു മോശമായിട്ടുള്ള നോക്കി. ഞങ്ങളൊരു പിന്നെ എനിക്കന്ന് ഞാൻ പ്ലാസ്റ്റിക് എടുക്കാൻ പോണത് എറണാകുളത്ത് കൊടുങ്ങല്ലൂർ പോകും. അപ്പൊ ഇവിടുന്ന് ഇവരുടെ ഈ മസാലയും കയറ്റിയാണ് പോണത്. ഈ മസാലയും കയറ്റി എറണാകുളത്തോണ്ട് വെക്കുമ്പോൾ നമുക്ക് 500-1000 രൂപ തരും. 1000 രൂപ നമുക്ക് ഡീസൽ അടിക്കും. അപ്പൊ ആ ലാഭം പ്ലാസ്റ്റിക് യൂണിറ്റിന് ആ 1000 രൂപ 1500 അത് അവർക്ക് ലാഭമാണ്. കാരണം നമ്മൾ പോകുമ്പോൾ 1000 കിലോ 2000 കിലോ പ്ലാസ്റ്റിക് കഷ്ടിയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, ഈ പൊന്ത പോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു സാധനം കൂടെ ഇദ്ദേഹം കയറി വന്നപ്പോൾ ഇത് ഈ ആലപ്പുഴക്കും പിന്നെ തിരുവനന്തപുരത്തിന് ഇടയ്ക്കുള്ളത് വീട്ടിൽ ഇറങ്ങിയപ്പോഴത്തേക്കും നേരിട്ട് ഞാൻ സത്യം പറയാൻ കരഞ്ഞു വരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് തൊട്ടേ വിശ്വാസികള് എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ളവരെ പോലെ കാണാൻ, പല ജാതിക്കാർ പല നാട്ടുകാർ എല്ലാവരും എന്തായാലും ശരി ഒരേ കുടുംബം പോലെ കാണാം. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതുള്ളി വെള്ളം തന്നെ അവരാണ്. അവരുടെ സ്ഥലം വരെ നമുക്ക് കിട്ടുന്നേക്കണം. ആ വീട്ടിൽ ഉണ്ടായ ഒരു സാഹചര്യം കണ്ടവരാണ് ഈ അടുത്ത് സന്യാസത്തിന് കൊടുക്കുമ്പോ അടുത്താണ് പോകുന്നത്. അവരൊക്കെ പിടിക്കാൻ സന്യാസം കിട്ടുന്നത്. അവിടെ എന്താ ഉണ്ടായേ? അത് എന്റെ അത് പിന്നെ ആ വീട്ടില് നമുക്ക് സർവ്വസഹായം ചെയ്തു തന്നെ സംഭവം. വേണ്ടാത്ത രീതിയിൽ വെളുപ്പിന് ഒരു 3 മണി 2-3 മണി ഇടയ്ക്ക് ഞങ്ങൾ അവിടെ സ്പോട്ടിൽ എത്തുമ്പോൾ അപ്പൊ അവിടെ കുറച്ച് ലോഡ് ഇറക്കും. ഈ ലോഡ് ഇറക്കാൻ ഇദ്ദേഹം വരെ വന്ന് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ, കാരണം അന്ന് സ്വാതന്ത്ര്യമുണ്ട്. കാരണം ശാന്തിയിലെ പിന്നെ ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയും കരച്ചത് നമ്മുടെ വിശ്വാസികൾ വീട്ടിൽ. അപ്പൊ അവർ ആ ഒരു മാന്യത നമുക്ക് തന്നെ ഉണ്ട്. അപ്പൊ തിരിച്ചങ്ങോട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മാന്യത. പക്ഷെ ഈ സംഭവം എൻ്റെ ഒരു അനുജനുണ്ട് എറണാകുളത്തുള്ള. അവനിവിടെ പണ്ട് ഡ്രൈവറായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ അവന് ഈ ഇദ്ദേഹത്തിനെ കുറിച്ച് അന്ന് പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മള് വെച്ചാൽ എൻ്റെ ഈ മരിച്ചുപോയൊരു ഏട്ടനെ പോലെ തന്നെ ആയിരുന്നു ഇദ്ദേഹം, ഈ പുള്ളിക്കാരൻ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. വെറുതെ ഇനിയിപ്പോ തമ്മിലുള്ള ആ ഒരു ഇതുകൊണ്ട് പറഞ്ഞായിരിക്കുമെന്ന്. പക്ഷെ എന്റെ കണ്ണിൽ അത് കണ്ടപ്പോ എനിക്ക് വിശ്വാസമായി. അതുകൊണ്ട് ഞാനിപ്പോ ഇത്ര ഉറപ്പായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കണ്ണിൽ കണ്ടതാണ്. അത് ഞാനിവിടെ ഞാൻ ആ സമയത്ത് അറിയിക്കുകയും ചെയ്തത്. അറിയിച്ചിട്ട് അവര് പുല്ല് പോലത്തെ ഇതാണ്. അപ്പൊ ഇയാള് ഇങ്ങനെ വണ്ടിയിൽ അതിന് മുമ്പ് വരാറുണ്ടോ ഇവിടെ കൂടെ? ഇടക്ക് വരാറുണ്ട്. ഇടക്ക് വെച്ചാൽ നമുക്ക് എപ്പോഴും അങ്ങനെ ഇല്ല. പക്ഷെ അന്ന് ഒരു സമയത്തെന്ന് പറയുമ്പോൾ അവിടെ ഇച്ചിരി ലോഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിൽക്കുന്ന യൂണിറ്റ് പറയുന്നു. ആശ്രമത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണമില്ല. പറഞ്ഞത് മെയിൻ ഈ പറഞ്ഞ അവരുടെ അടുത്ത് ഞാൻ ഇരിക്കുന്ന മുമ്പ് പല കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവര് പിന്നെ നമ്മളെ ഒന്ന് കണ്ണിൽ പൊഴിയിടാൻ വേണ്ടി ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ. ഒരിടക്ക് തന്നെ ഒരു യൂണിറ്റിൽ അന്നൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവിടെ. നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോത്തങ്കോട് പോയി ഈ വീട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഇച്ചിരി ഓണക്കടിക്കുന്ന ആഗ്രഹമുണ്ട്. പോത്തങ്കോട് തലമുണ്ടിട്ടാണ് പോയിട്ട് ഇച്ചിരി ബീഫ് അടിക്കാൻ പോകും. അത്രക്ക് ഇതാണ്. ഇന്നിപ്പോ എന്താ പറയുക, പബ്ലിക്കായിട്ട് തന്നെ ഇവന്മാർ ഇവിടെ കഞ്ചാവ് എല്ലാം ഒക്കെ വിളിക്കുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് ഇതിനൊന്നും ഒരു ഇതില്ല. ആ നിൽക്കുന്ന സമയത്ത് ഞാൻ യൂണിറ്റിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഇത് പോകും, പടത്തിന് പോകും. അത് പിന്നെ നെടുമങ്ങാട്. ആ പടത്തിന് പോയാൽ ഞങ്ങൾക്ക് വിലക്ക്. അവിടെ ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാള് ഞാൻ നിൽക്കുന്ന ആ സ്ഥലത്തുണ്ടായിരുന്നു. ഇയാളൊരു ദിവസം അവിടെ ഇല്ലാഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് ഇവിടെ കിടക്കാം.
യൂണിറ്റ് എന്നാൽ ആർക്കും കിടക്കാൻ അനുവാദമില്ല, എല്ലാവർക്കും ആശ്രമത്തിലാണ്. 2-3 പേരിക്കാറ്റ് മറ്റുള്ള എല്ലാ യൂണിറ്റിലും കൂടി 2-3 പേര് കിടക്കാനുള്ള അനുവാദമുണ്ട് ആശ്രമത്തിൽ നിന്ന്. അപ്പൊ ഞങ്ങളെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉള്ളതാണ് ഞങ്ങളോടും കിടന്നോളാൻ പറഞ്ഞു. എന്റെ നാട്ടുകാർ വേറൊരു പേരും കൂടി അവരോടും കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഞാൻ ഇങ്ങനെ ഇതിന്റെ ഒരു പെട്ടിയുണ്ട്, പെട്ടിയുടെ വലിയൊരു അലമാര, അതിന്റെ താക്കോല് ഞാൻ വേറൊരുത്തരും കൂടി തുറന്നു നോക്കുമ്പോൾ പുള്ളി ഒരാഴ്ച കഴിഞ്ഞാൽ വരുവുള്ളത്. അതിന്റെ അകത്തിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ TV, DVD, കുറെ ബുക്ക്, CD. അപ്പൊ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അന്ന്. മോശമായിട്ടുള്ള അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് സ്വയം വിളിച്ചു പറഞ്ഞു. പുള്ളി പറഞ്ഞ് നീ അടുത്തുകൊണ്ട് എന്നെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഇതെല്ലാം കൂടി വാരിയെടുത്ത് നേരെ പോയി അമൃതയുടെ അടുത്ത് കൊണ്ട് കാണിക്കാന്ന് വെച്ചു. ഞാൻ ചെല്ലണപ്പോ ഇയാളവിടെ നിൽപ്പുണ്ട്. അപ്പൊ നീ ഇവിടെ വെച്ച് കാണിച്ചിട്ട് കൊണ്ടുപോയി. ഞാൻ പറയില്ല, ഇത് ഞാൻ ഇതിന്റെ അടുത്ത് കാണിക്കാൻ പോകും. പക്ഷെ പിന്നെ ഇതൊക്കെ കാണിച്ചിട്ട് ഇത് ജിന്നിനെ കാണിക്കാൻ പറ്റില്ല. കാരണം ബുക്കൊക്കെ എന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള ബുക്കാണ്. CD അത് തന്നെ ഇദ്ദേഹം ഏൽപ്പിച്ച ഒരാളെ വിട്ട് നോക്കിച്ചു. എന്നിട്ട് അവരിപ്പോഴും അവർക്കൊരു കുഴപ്പമില്ല. പക്ഷെ ആ പുള്ളിക്കാരൻ ഒരു സസ്പെൻഷൻ പിന്നെ പുള്ളി ആകെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിനുള്ള പണി ഞാൻ നിനക്ക് വരാടാന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി എനിക്ക് തന്നൊന്നുമില്ല. പുള്ളി ഇപ്പോഴും നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട്. അയാളെ സ്വദേശയുടെ സ്വദേശം മാത്രം ജെന്നിയുടെ നാട്ടുകാർ. അമൃതജന്യായിട്ട് നല്ല ബന്ധമുള്ള അതുകൊണ്ടായിരിക്കാം. ഇതില് നിങ്ങളുടെ സംശയം എന്താണ്? നിങ്ങളുടെ ചേട്ടച്ചാര് മരിച്ചതിലുള്ള നിങ്ങളുടെ മനസ്സിലുള്ള പൂർണ്ണമായിട്ട് എനിക്ക് അത് ഈ മരിച്ചപ്പോ തൊട്ട് സത്യം പറഞ്ഞാൽ എനിക്കത് സംശയമുണ്ടോ? സംശയം ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിളിച്ചിട്ട് ഇവിടെ നിന്ന് വിളിച്ചിട്ട് പോയപ്പോ എന്നെ ഇവിടെ നിന്ന് 100 പ്രാവശ്യം ഈ പ്രസവം വിളിച്ചിട്ടുണ്ട്. മരിച്ചന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയത്. മരിച്ചത് പോകുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചത്. ഇപ്പൊ എന്റെ നമ്പറൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ആ സെയിം നമ്പർ തന്നെയാണ്. ആ ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് അറിയാൻ പറ്റും. അതിനുശേഷം പിന്നെ എന്നോട് പറഞ്ഞ നേരെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ്, ഗുരു പറഞ്ഞേക്കുന്നത് കരയരുത്, സങ്കടപ്പെടരുത്. അവിടെ നമ്മുടെ ബന്ധുക്കളുണ്ടല്ലോ പലതും പറയും മരണത്തെ കുറിച്ച്. അച്ഛനും അമ്മയൊന്നും നോക്കിക്കോളണം. പക്ഷെ ഇതൊന്നും അവിടെ ഡിസ്കസ് ചെയ്യാനുള്ള പല കാര്യം വന്ന് പറയും ഈ മരണത്തെ കുറിച്ച്. അതൊന്നും ഇതാക്കരുതെന്ന് പറയും. ഒന്നാമത് അത്. പിന്നെ രണ്ടാമത് പറയുമ്പോഴത്തേക്ക് ചേട്ടന്റെ മരിച്ചതിന്റെ അന്ന് എനിക്ക് ഭയങ്കര കത്തിക്കണമെന്ന് ഭയങ്കര ഇതായി. കത്തിച്ചു കളയണം. അത് ആശ്രമത്തിൽ നിന്ന് പ്രശ്നം എന്നെ വിളിച്ചിട്ടാണ്. കാരണം ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ഈ ചേട്ടന്റെ മരണത്തോടുകൂടി പുള്ളി തകർന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എന്നോട് കരയരുതെന്നല്ലേ പറയുന്നത്. നമ്മളപ്പോ ആശ്രമത്തിൽ അത്രയും ഇതായിട്ട് നിൽക്കുമ്പോ ഗുരു പറഞ്ഞേക്കണ കരയരുത്. പിന്നെ നമ്മളെന്തിനാ കരയണത്? ആ ഒരു ലെവലിൽ ഞാൻ നിന്ന് ഇപ്പൊ എന്നെ വിളിച്ചിട്ടാണ് ഇതേ പറഞ്ഞാൽ ബോഡി കത്തിക്കാൻ ഭയങ്കര അർജന്റായിരുന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി കത്തിച്ച് അതിന്റെ ഇതെടുക്കുന്ന സമയത്ത് ചാരം വാരിക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് പിറക്കി ഒരു ചെറിയ കഷ്ണത്തിന്റെ എല്ല് പോലെ ഇടായിരുന്നു. ഇതെല്ലാം വാരിക്കൊണ്ടുപോയി നല്ല ഒഴുക്കുള്ള സ്ഥലത്ത് കളയാകുമ്പോ അങ്ങനെ ഞങ്ങൾ കൊണ്ടേ കളഞ്ഞത് വളവയിപ്പെന്ന് പറഞ്ഞത് നമ്മുടെ അടുത്ത്. ഞങ്ങളുടെ നേരെ വീടിന്റെ അപ്പുറം കായല, അവിടെ ഒന്നും ഇടിച്ചിട്ടില്ല. ഒഴുക്കുള്ള കടലില്ല, അങ്ങനെയുള്ള നല്ല സ്ഥലത്ത് കൊണ്ടേ കളയാനാ പറഞ്ഞത്. അതിന് വളവയിപ്പെന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റർ അപ്പുറത്ത് മാറിയാണ് ഈ സാധനം കൊണ്ടേ കളയുന്നത്. ഒന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് കണ്ണൻ അബു എന്ന് പറഞ്ഞ 2 വ്യക്തികളുണ്ടായിരുന്നു. ഈ കണ്ണൻ അബുവിനെ ഞാൻ അന്ന് മരിച്ചപ്പോ സമയത്തൊന്നും നേരിട്ട് കണ്ടില്ല. ചോദിച്ചപ്പോ അവര് ചെറിയ ചെറിയ മുറിവുകളേ ഉള്ളു. പക്ഷെ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ചേട്ടന്റെ ഇവിടെ നിന്ന് ചേട്ടന്റെയും ഇപ്പൊ ഈ അജിത്ത് എന്ന് പറഞ്ഞ വഴിന്ന് വലിച്ചേറ്റ പുള്ളിയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടില്ല, മേലോട്ടില്ല. ബാക്കിയുള്ള വീസയുള്ളു. അപ്പൊ മറ്റേ പുള്ളിയുടെ വണ്ടിയാണെങ്കിൽ പാണ്ടിലോറിയുടെ അടിയിലോട്ട് കയറി ബോഡിയില്ല, ടോപ്പില്ല. പിന്നെ ഈ 2 പേരെങ്ങനെ 2 പേര് മാത്രം കുത്തിയോട്ട് കറക്റ്റുള്ളൂ. എത്ര പേരുണ്ടായിരുന്നു വണ്ടിയില്? 4 പേര്. 4 പേര്. ബാക്കി 2 പേര് രക്ഷപ്പെട്ടു. 2 പേര് ഒരു കുഴപ്പമില്ല. ബാക്കി 2 പേര് നിങ്ങളെ ഏട്ടനടക്കമുള്ള വേറെ പിന്നെ ആലപ്പുഴ ഒരു അജിത്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അറിഞ്ഞു പോലുമല്ലോ. കാരണം പുള്ളിക്കാരനെ വഴിയെന്ന് വിളിച്ച് കയറ്റിക്കൊണ്ടുവരും. കാരണം ആലപ്പുഴയുടെ ചേട്ടൻ ഇപ്പൊ ഓക്കെ ഇവര് പറയുന്ന പോലെ പിന്നെ 3 മണിക്ക് പോകണം. പിന്നെ ഇദ്ദേഹത്തിനെ വിളിച്ച് കയറ്റിക്കൊണ്ടുപോയി എന്തിനാണ്? അല്ല, ഇയാള് ഇപ്പൊ ഈ രക്ഷപ്പെട്ട 2 പേർക്ക് ഒരു പരിക്കൂല, ഒരു പരിക്കൂല, പോറല് പോലും അത് പാടെ നശിക്കുകയും ചെയ്തു. പക്ഷെ ആ വണ്ടി അത് അന്നത്തെ പത്രത്തിൽ ഉണ്ടായി കാണാം. ഈ മറ്റേ പ്ലാറ്റ്ഫോമിന്റെ അവിടെ നിന്ന് സീറ്റിന്റെ അവിടുത്തെ പ്ലാറ്റ്ഫോം ഇല്ല, അതിന്റെ അവിടെ മേലോട്ടില്ല, ഒരു ലോറിയുടെ അടിയിലോട്ട് കയറി പോകുമ്പോഴത്തേക്ക് എന്തോരം ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ സംശയിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് അന്നേരം എങ്ങനെ ഇങ്ങനെ
സംശയമേ ഉള്ളു. പക്ഷെ ഇങ്ങനെ ഇവര് രണ്ടുപേരെ മാറ്റിക്കൊണ്ട് എന്നുള്ളത് ഇപ്പോഴും പിടികിട്ടില്ല. ഒന്നൊക്കെ തീർത്തതിന് ശേഷം വണ്ടി വിട്ടതാണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഇദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഞാൻ അതിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. അതിന് സ്റ്റേറ്റ്മെന്റ് എടുത്തോണ്ട് പോയി. പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോ അവര് അത് ക്ലിയർ ചെയ്തല്ല എടുത്തത്, ചേട്ടന്റെ മാത്രം മരണത്തെ കുറിച്ച് എടുത്തത്. അവൻ ഇദ്ദേഹത്തിന്റെ പിന്നെ പുള്ളിക്ക് മാത്രമായിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്, ആശ്രമമായിട്ട് ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന് മാത്രം. ഗുരുരത്നായിട്ട്. അപ്പൊ അവന് കള്ളും കുടിച്ചിട്ട് വെച്ചാൽ ഒരു ബോധമില്ലാത്തവൻ ഇവിടെ നിന്ന് ഈ വെഞ്ഞാറോട് ഇപ്പുറം സ്ഥലമുണ്ട്, ഇവിടെ നിന്ന് ഒരു 6.5 കിലോമീറ്റർ വരും. 6.5 കിലോമീറ്റർ വെച്ചാണ് മരിക്കുന്നത്. ഇവന്റെ പേരെന്താ ഈ ഫോട്ടോഗ്രാഫർ? ഇതിപ്പോ വലിയ താമസം ആയിട്ടുണ്ടോ? അത്ര കുറെ ആയപ്പോ അത് ഇത് സംഭവിച്ചിട്ട്? 1 വർഷത്തിന് മേലെ. അപ്പൊ ഇയാളുടെ എന്റെ ചേട്ടന്റെ കേസൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത്, അതൊരു ഓണത്തിന്റെ സമയത്ത് എന്തെങ്കിലും നിഗൂഢമായിട്ടുള്ള അല്ല, പിന്നെ ഇതില് ആ സമയത്ത് എന്നൊക്കെയാന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് അറിഞ്ഞോട്ടെ പറഞ്ഞുള്ള ഇതാണ്. പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു, പിന്നെ ഈ പാതയം ഗ്രൂപ്പിൽ എന്ന് പറയുന്ന സംഭവം പുള്ളിയുടെ ഇതായിട്ടിരിക്കണം, പുള്ളിയുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകണം. ഇവന് ഈ ക്യാമറ തിരിച്ചു വെച്ചെന്നാണ് അറിയും. ആൾക്കാരുടെ സംശയം അതാണ്. എനിക്ക് അങ്ങനെ സംശയം ഇല്ലാണ്ടില്ല, അതുകൊണ്ടായിരിക്കും അവൻ മരണപ്പെടുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ എതിരെ നിന്നാൽ എന്ത് വില കൊടുത്തും അങ്ങനെ അത് തകർന്നു. അതാണ് ഗുജറാത്തിന്റെ ഇത്. കാരണം വർഷങ്ങളായിട്ട് നിന്നൊരു വരിക ഉണ്ടെങ്കിൽ. പിന്നീട് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? വേറെ വല്ല ഇൻസിഡൻസും ഓർമ്മയില്? പിന്നെ എനിക്കറിയാം, അതല്ല പുറമെ വേറെ ഏതെങ്കിലും ആളുകള് മരിക്കാൻ ആശ്രമത്തില് പലരെ ബോഡിയും അടക്കം വരെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം അതൊക്കെ ഇവിടെ നാട്ടുകാരും പറയുന്നുണ്ട്. ആശ്രമത്തില് ബോഡി നാട്ടുകാർ നമ്മൾ പണ്ട് നിൽക്കുന്ന കാലത്തൊക്കെ പറയുന്നത് കൊന്നിട്ട് കുഴിച്ചു മൂടി എന്നുള്ളതന്നെ പറയുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കത് എനിക്ക് അതിനൊക്കെ ചെറുതായിട്ട് പോലും എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. അതിനു മുമ്പ് വന്നിട്ടില്ലല്ലോ, ഉണ്ടായിരിക്കാം, അത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് അതും ചെയ്യുന്നത് അപ്പുറം ചെയ്യുമെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതിന്റെയൊക്കെ ഇതൊക്കെ ഏകദേശം സത്യാവസ്ഥ കാര്യങ്ങൾ ഏകദേശം ഒക്കെ അറിയാം. ഞാൻ അതിലേക്ക് പരാതിയും കൊടുക്കുന്നു. പിന്നെ എന്റെ ചേട്ടന്റെ കേസ് ഈ ഫോട്ടോഗ്രാഫറുടെ ഇതും പുള്ളി സ്വാമിയെക്കാളും പവർ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം തീരുമാനിക്കാനുള്ള പവർ ഈ അമൃത ജനനിക്കാണല്ലോ. പിന്നെ അമൃത ജനനി എന്തുകൊണ്ടാണ് ഇവരെ നിയന്ത്രിക്കാത്ത കാര്യം പറഞ്ഞാണ്. അതായത് അമൃതാചരണിക്കാണല്ലോ ശരിക്ക് പവർഫുൾ കൂടുതലുള്ളത്. അതെ. അപ്പൊ ഇവര് ഗുരുരത്നന്മാര് കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് എല്ലാവരും ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവരെ ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളടക്കം എല്ലാവരും ബോധ്യപ്പെടുത്തുന്നുണ്ട്. പല കാര്യങ്ങളും മറ്റുള്ളവര് ചെയ്യുന്നത് പോലും ബോധിപ്പിക്കുന്നു. ഈ ജെന്നി തന്നെ ഇപ്പൊ ഇതിങ്ങനെ ശിഷ്യപൂജിതമായതും ഇവര് രണ്ടുപേരും കൂടെയുള്ള നാടകമാണ്. ഈ ശിഷ്യപൂജിത എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഗുരുവിന്റെ ശിഷ്യ എന്ന് തോന്നുന്നു. അത് അവർക്ക് തോന്നുമ്പോ ഇടക്ക് ഇപ്പൊ ആദ്യമേ ഗുരുവിന്റെ ഇത് ബ്രഹ്മശ്രീ കരുണാകരൻ, പിന്നെ ഇവരൊക്കെ ഗുരുവിന്റെ ആ ഒരു സ്ഥാനം വഹിക്കാനായിട്ട് ഇവര് തന്നെ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഗുരു ശിഷ്യപൂജിത എന്ന് പറഞ്ഞത്. ശിഷ്യപൂജിത എന്താണ്? ചടങ്ങ് എന്തെങ്കിലും ഉണ്ടോ അതിന്റെ? അവരുടെ അവസ്ഥ പൂർത്തീകരണം എന്നൊക്കെ അന്ന് ആ പിന്നെ ഈ സ്ഥാനം പൂർത്തീകരണത്തിന് അത് ഞാൻ അല്ലെങ്കിൽ ശബ്ദം കേൾക്കില്ല. അവസ്ഥ പൂർത്തീകരണത്തിന് ഇല്ല, അങ്ങനെയല്ല. ഇവർക്ക് ആ ഇത് കിട്ടിയത് ഈ സന്യാസ ആ മനുഷ്യ തലത്തിൽ നിന്ന് മാറ്റം വരികയാണല്ലോ ഈ അവസ്ഥാ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ. സാധാരണ മനുഷ്യന്റെ തലത്തിൽ നിന്നുള്ളൊരു മാറ്റം, ആ മാറ്റത്തിന് അതായത് ഇവര് അതിനൊരു മറയാക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പൊ ഈ ഒരു ഗുരു ശിഷ്യ അല്ലെങ്കിൽ ആ ശിഷ്യ ഗുരു അങ്ങനത്തെ ആ ഒരു ബന്ധം മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണോ എന്നുള്ളത്. അല്ലല്ല, അത് ഈ അവസ്ഥ അതുമായിട്ടല്ല. പക്ഷെ ഇവര് തമ്മിൽ പല രീതിക്ക് നമ്മൾ കാണുന്നുണ്ട്. അതാ ചോദിച്ചത്. ഈ പേര് പറഞ്ഞിട്ട് വിശ്വാസികളുടെ മനസ്സിൽ ഈ പേര് പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ബന്ധം തെറ്റായ രീതിയിലാണ്. അതിനെ ഈ പേര് പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. ഇല്ലല്ലേ, അവസ്ഥാപൂർത്തിയാണ് അങ്ങനെയുള്ള ഇവര് തമ്മില് പവിത്രമായിട്ടുള്ള ബന്ധമല്ല എന്നുള്ളത് 100% ഉറപ്പല്ലേ? ഉറപ്പുണ്ട് അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ പല സമയങ്ങളും? പല സമയങ്ങളെന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഏകദേശം ഒരു 2005, 2004 ആ സമയത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവരുടെ നല്ല സ്വാതന്ത്ര്യമായിരുന്നു. കാരണം അത് അല്ലെന്ന് അവര് പറയട്ടെ, നല്ല സ്വാതന്ത്ര്യം, നല്ല സ്വാതന്ത്ര്യം വെച്ചാൽ എവിടെ വേണമെങ്കിലും ഏത് രാത്രിയും കയറിച്ചില്ല എന്നുള്ളൊരു സാധനം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. അത് ഇപ്പൊ എനിക്ക് ഇടക്ക് എന്നെ പറഞ്ഞ് ആശ്രമത്തിൽ കിടക്കുന്നു. ഇപ്പൊ ഈ സാധാരണ അടുത്തൊരു റാമ്പുണ്ട്, രണ്ടാമത്തെ നെല്ലോട്ട് പോണതിന്റെ ഒരു റാമ്പുണ്ട്. അവർക്ക് അവിടെ റൂമുണ്ട്. അപ്പൊ ഈ റാമ്പിൽ കിടക്കണമെന്നാ പറഞ്ഞത്. അപ്പൊ ആദ്യം കിടക്കുന്നത്
ഇവരുടെ റൂമിന്റെ ആദ്യം കിടക്കുന്നത് ഇദ്ദേഹമാണ്. ഉം. പുറത്ത് തന്നെ, റൂമിന്റെ പുറത്ത്. ഉം. അതിനുശേഷം പുള്ളിയുടെ ഡ്രൈവർ ഉണ്ട്, പ്രദീപ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കിടക്കണം. അപ്പൊ ആകെ ഒരു 7 ദിവസം കിടന്നു. അതിക്കുള്ളിൽ തന്നെ നമുക്ക് അവിടെ മതിയായി. കാരണം ഈ രാവിലെ നമുക്ക് 4 മണി തൊട്ട് അതുവഴി സഞ്ചാരം തുടങ്ങും. ജന്യമാരി അവരുടെ അടുത്ത് പോകണമല്ലോ. അപ്പൊ ഒരു ദിവസം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു ഏകദേശം 2 മണിയൊക്കെ ആയി കാണും. ഇദ്ദേഹത്തിനെ കാണുന്നില്ല. അപ്പൊ നമ്മളെ പാസ് ചെയ്ത് പോയത് ഓർമ്മയില്ല. ഉറക്കത്തിലായിരിക്കാം, ചിലപ്പം ഉറക്കം പോയതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ലായിരിക്കാം. പിന്നെ ഒരു ദിവസം കാണുമ്പോഴത്തേക്ക് അപ്പോഴും ഇദ്ദേഹത്തെ കാണാനില്ല. ഒരു ദിവസം ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ കിടന്നു വെച്ചാൽ പുള്ളിക്കാരൻ. അപ്പൊ ഡോറ് ലോക്കല്ല, അതും കൂടി നമ്മൾ ഓർത്തു വന്നു. കാരണം ഡോറ് ലോക്കല്ലാത്തതിന് അപ്പൊ അതിന്റെ അകത്ത് ഒന്നും നടക്കുന്നില്ല എന്ന് അങ്ങനെയും കരുതാം. പക്ഷെ ഈ ഡോറ് പിന്നെ ലോക്ക് ചെയ്തില്ലെങ്കിൽ ഈ ഡോറ് പോയി നമുക്ക് തുറക്കാൻ പറ്റൂല. കാരണം ജെന്നി ഉറങ്ങുന്ന റൂം ഒരിക്കലും നമ്മൾ പോയി കിടന്ന് തുറക്കില്ലത്. അങ്ങനെ ഒരു ഇതുണ്ടാകും. പക്ഷെ ആളതിൻ്റെ അകത്തുണ്ടാകും. അത് വ്യക്തമായിട്ട് ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം കിടന്നുറങ്ങണത് താഴത്തായിരുന്നു ഒരു കട്ടുമേൽ. അത് ഞാൻ കണ്ടതാണ്. അപ്പോഴും നമ്മുടെ അന്ന് നമ്മൾ വലിയ ഇതിന് പിന്നെ പബ്ലിസിറ്റി കൊടുത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പറഞ്ഞേക്കണ വെച്ചാൽ ഇവരുടെ ഈ ആത്മീയപരമായിട്ട് ഭയങ്കര ബന്ധമാണ്. ആ ഇതിന്റെ എനിക്കത് പറയാറിയാൻ പറ്റില്ല. കാരണം അതാണ് നാടക മോഡലൊക്കെ ആയിരുന്നു. ഇവർ ഈ അവസ്ഥ ഇത് ശിഷ്യപൂജിതമാകുന്ന സമയത്ത് ശവം കഴിയണ മണം ഇവരെ യോഗഭ്രഷ്ടന്മാർ വന്ന് പിടിച്ചോണ്ട് പോകണം. ആ സമയത്ത് ഭയങ്കര സംഭവം. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ഇല്ല കേട്ടോ, കേട്ടുള്ള അറിവാണ്, ഞങ്ങളുടെ നാട്ടിലാണ്. അപ്പൊ അങ്ങനെ ഒരു നാടകം വന്നതുകൊണ്ട് അതാണ്. പിന്നെ നമ്മള് യോഗഭ്രഷ്ടൻ അതൊക്കെ പറയുമ്പോൾ നമ്മള് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ നടന്നതിന് ചിലപ്പോ എന്തെങ്കിലും ഒരു ബന്ധം കൊണ്ടായിരിക്കും ചിലപ്പോ ഒരു റൂമിൽ കിടന്ന് പറയണത്. ഒരു അമ്മ മോൻ ബന്ധം അത്രേ ഉള്ളൂ. പിന്നീട് നമുക്ക് മനസ്സിലായി അതല്ല, അതിനപ്പുറം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെയുള്ള അകത്ത് മറ്റുള്ളവരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. മറ്റുള്ള സന്യാസികൾ അതായത് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയും, അമൃതജനനിയും ഈ പറയുന്ന ഹരി തമ്മിലുള്ള ബന്ധം അരുതാത്തതാണ്. അതുകൊണ്ടാണ് ഈ അമൃതജനനി ഈ ഹരി ചെയ്യുന്ന കൊള്ളരായ്മകളെല്ലാം കൂട്ടിക്കുന്നത്. അത് വ്യക്തമാണ്. ഈ ഹരി കൂടെ ഉള്ള ആധ്യാത്മിക കേന്ദ്രത്തിനെ തെറ്റായ രീതിയിൽ എല്ലാ രീതിയിലും വിശ്വാസത്തെ ചൂഷണം ചെയ്തിട്ട് ഈ ഹരി അമൃതജനനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ ഞാനൊക്കെ ഇപ്പോഴാണ് നമുക്ക് അതിനോട് താല്പര്യമില്ലാണ്ട് വന്നേക്കുന്നത്. കാരണം ഇവരവിടെ ഉള്ളതുകൊണ്ട് ഈ ആരാധന സമയം എന്ന് പറഞ്ഞാൽ ഈ ആരാധന സമയത്ത് ഇന്നേ വരെ ഞാൻ ചെറുപ്പത്തിൽ ഈ സന്യാസിമാരെന്നല്ല ഒരു ആളും അത് ഒരു ആരാധന സമയത്ത് എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കും. ഞാൻ എല്ലാ യാമങ്ങളിലുണ്ട് ആരാധന. ആ സമയത്തൊക്കെ ഇന്ന് പ്രാർത്ഥിക്കും. ഈ സമയത്ത് ഇത്രയും വലിയ ഇത് പറയുന്ന ഒരു പുള്ളിക്കാരെന്ന് വെച്ചാൽ കാലുമേ കയറ്റി വെച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് വിശ്വാസിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഹരി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ശാന്തിദാസ് അല്ലെങ്കിൽ ഗുരുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയത്തില്ല. പിന്നെ ഇതാണ് സന്യാസം ഒരു അലങ്കാരമായിട്ട് നടക്കുന്നത്. സന്യാസി ഒരു സന്യാസം അലങ്കാരമായിട്ട് കൊണ്ടുനടക്കുന്ന ബിസിനസ്സുകാർ അവിടെ വെച്ചാൽ പുള്ളിക്ക് ഇപ്പൊ ഫ്ലാറ്റ്, കോറി, ബിസിനസ്, പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടോ. വ്യക്തിയുടെ പേരിലാണോ? ഏത് ഈ ഹരി എന്നുള്ള വ്യക്തി? അല്ല, വ്യക്തിയുടെ ഒരുപാട് ഇതുണ്ട് പുള്ളിക്ക്. അത് പുള്ളിക്കാരന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കള്ളക്കേസുകളും കൊലപാതകങ്ങളും. അല്ല, ബിസിനസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇപ്പൊ പുള്ളി ഇവിടെ ആശ്രമത്തിന്റെ ഇതിൽ നിന്നുകൊണ്ട് ഈ പൈസ അത്രയും വേറെ ഇതിലോട്ട് മാറ്റിയാൽ പോലെ ഇൻവെസ്റ്റ് ചെയ്യാം. കോടിക്കണക്കിന് രൂപ മറ്റുള്ള മേഖലയിൽ അദ്ദേഹത്തിന്റെ ഇവിടത്തെ ശാന്തിരാശ്രമത്തിന്റെ ഒരു സന്യാസിമാരുടെ അച്ഛന്മാരുടെ പേരിലും ട്രസ്റ്റ് ഇല്ല. ഇതല്ലേ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിൽ ചേർത്തലയിൽ മണിയൻ മെമ്മോറിയൽ എന്ന് പറഞ്ഞൊരു ഇത് തുടങ്ങി ഫൗണ്ടേഷൻ, ശാന്തിഗിരി മണിയൻ നായർ ഫൗണ്ടേഷൻ ഇദ്ദേഹത്തിന്റെ മാത്രമേ ഉള്ളൂ. വേറെ ഒരു സന്യാസിമാരുടെ അച്ഛന്മാര് മരിച്ച സത്യം അന്ന് പോയി എല്ലാവരും പൂട്ടിട്ട് പോകുന്നു. പിന്നെ അവരെ തിരിഞ്ഞു പോയി വേണം. പക്ഷെ ഇദ്ദേഹത്തിന്റെ മാത്രമേ വലിയ ഇതായിട്ട് നിർത്തിയിരിക്കുന്നു. ഇവിടുത്തെ ഓടിപ്പോയിട്ടുള്ള സന്യാസിനിമാരെ പറ്റി അറിയോ? ഒരു സന്യാസിനിയാണ് പോയത്, ദയെന്ന് പറയും. അതിന് ഞാൻ സാക്ഷിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് തെറ്റ് ചെയ്യാത്തവരാണ്. അവര് ഈ അന്ന് ഈ പറഞ്ഞ പോലെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിച്ചിട്ടുണ്ട്. ഒരു ദർശന വശമൊന്നും പറഞ്ഞത് ഇല്ലാത്ത നുണയാണെന്ന് പറയിപ്പിച്ചത്. ഇവരുടെ ദർശനത്തിന്റെ കാര്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ മറ്റുള്ളവർ ഇനിയിപ്പൊ ഞാൻ പറയുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടന്ന കാര്യം പറയാം. ദയെന്ന് പറഞ്ഞവര് പിന്നെ അവര് മോശക്കാരാക്കി മോശമാണെന്ന് വരുത്താൻ വേണ്ടി അന്ന് ചെയ്ത പരിപാടി. അപ്പൊ അതിനൊരു ദർശന വശം
എന്നോട് ഈ വിളിച്ചിട്ട് ദയയെ പറ്റി എന്താ പറഞ്ഞുണ്ടാക്കിയത്? എന്നോട് പറഞ്ഞു വെച്ചാൽ അവരെ മോശമായ ഒരു ദർശനം കണ്ടു, മോശമായിട്ടുള്ള ഒരു ആണും പെണ്ണും കൂടി ലൈംഗിക ആ സെക്സ് അത് തന്നെ, അത് ഞാൻ ദർശനവശത്തേക്ക് കണ്ടെന്ന് ആരാ പറഞ്ഞ? അമൃതജനനിയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു. അപ്പൊ അത് കണ്ടതായിട്ട് ഞാൻ പബ്ലിക്കിൽ പറഞ്ഞു. ആര് ചേട്ടൻ പറയണോ? നിങ്ങൾ കണ്ടതായിട്ട് സാക്ഷി പറയണം പുറത്ത്. ഈ പറഞ്ഞായിട്ട് ദർശനവശം, ഈ ദർശനം എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്ത് വിലയില്ലെങ്കിലും ഇതിന്റെ അകത്ത് ദർശനത്തിന് ഭയങ്കര. വിശ്വാസികൾ. അപ്പൊ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ നേരിട്ട് കാണുന്നതിനേക്കാളും പവറാണ് ആശ്രമത്തിന്റെ ദർശനം എന്ന് പറയുന്നത്. പക്ഷെ അത് ഇതിലെ അടുത്ത് ചെയ്താലേ അതിനെ അറിയാൻ പറ്റുള്ളൂ ദർശനം ഏത് രീതിക്കൊക്കെ ഉണ്ടെന്നുള്ള ഇപ്പൊ എന്നെ പോലെ ഉള്ളവർക്ക് അറിയാൻ. കാരണം എന്നിട്ട് ആ ദയാസൻ എന്ന് പറഞ്ഞ സന്യാസിനി ഇവിടെ വിട്ടു. അതിപ്പോ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നല്ലൊരു ഗ്രൗണ്ടിൽ നിൽക്കണ അവരെ മോശമാക്കുക എന്നുള്ളത്. അതായത് അവര് ഈ അമൃതജനനിയുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിന്നില്ല. അമൃതജന മാത്രമല്ല ഈ വിതരണത്തിന്റെ പിന്നെ ചിലപ്പോ ഇയാൾക്കെന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോ അവരുടെ അടുത്തും ഇയാള് ചെന്ന് കാണും. ഗുരു ഈ ജനിയടുത്ത് അല്ല അങ്ങനെ ആയിരിക്കാം, കണ്ടില്ല പക്ഷെ ചെന്ന് കാണണം. അപ്പൊ അതുകൊണ്ടായിരിക്കാം അവര് പ്രതികരിച്ചപ്പോഴത്തേക്ക് ഇയാൾക്ക് അതിനുള്ള ദേഷ്യമാകാം, പിന്നെ അവരെ ഇവിടെ ഓടിക്കാനുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ അവർ ഇതേപോലെ ഭ്രാന്തി ആശ്രമത്തിന്റെ മിക്ക പരിപാടിയും ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളൊരു കാര്യം പറഞ്ഞു അവനൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊടുത്ത് അവർ നടക്കുന്നു. പ്രതികരിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് മെന്റലായിരിക്കും, മെന്റലാക്കി മാറ്റും അവര്. പിന്നെ വേറൊരു ഇതുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാനും എന്റെ ഭാര്യയും കൂടി ആശ്രമത്തിൽ പോയെങ്കിൽ നമ്മള് രണ്ട് തോന്നുന്നത് അത് സത്യമാണത്. കാരണം ഞാനിപ്പോ എന്ന് പറയുമ്പോൾ ആശ്രമത്തിൽ പോയിട്ട് 2 വർഷവും ഈ 2 വർഷത്തിനിടയ്ക്ക് നിസ്സാരമായ പ്രശ്നങ്ങൾ ഞാൻ എന്താ പറയുക അങ്ങനെ വെറും എന്തെങ്കിലും ചെറിയ നിസ്സാര കാര്യം പറഞ്ഞ് ഒരു അരമണിക്കൂർ ഉണ്ടായിരിക്കും. മറ്റതങ്ങനെയല്ല. കാരണം ഈ 2 പേരെ ഇവര് എന്റെ കുറ്റം ഭാര്യനോടവും ഭാര്യ കുറ്റം. അപ്പൊ നമ്മുടെ കുടുംബത്ത് സ്വസ്ഥത ഉണ്ടാകും. സ്വസ്ഥത ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആശ്രമത്തിൽ. അത് ഇവരുടെ ടെക്നിക്കാണത്. അതൊക്കെ നമുക്ക് വൈകിയാണ് ഇത് അറിയാനും പറ്റിയത്. പക്ഷെ അറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്തായാലും മുട്ടം പണിയിൽ പോയി. അതായത് ആശ്രമം സൃഷ്ടിക്കുന്ന മായ ലോകം വിശ്വാസികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വിശ്വാസിക്ക് ജീവിതം ഉണ്ടാവും. ഒരു കാര്യം കൂടെ പറഞ്ഞത്, ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ചില ആൾക്കാർ ഇവിടെ നിന്ന് വിശ്വാസികൾ പോകാന്ന് ചോദിക്കാം, അവർ പൊട്ടന്മാരല്ല. പക്ഷെ പല ആൾക്കാരും ഇപ്പൊ ഞാൻ ഇപ്പൊ 2 വർഷമായിട്ട് എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ നമ്മളവിടെ നിന്ന് ഇറങ്ങി ഒരു ജോലി, എൻ്റെ അനിയന്മാര് 2 പേര് അവിടെ ആദ്യം ഈ പ്രശ്നം വന്ന സമയത്ത് അവിടെ ജോലി കയറി. ഇവിടെ നിന്ന് പോയിട്ട് ആശ്രമത്തിന്റെ ആൾക്കാർ പോയി അവിടെ ചെന്ന് പറഞ്ഞ് അവനെ ജോലിയിൽ നിന്ന് ഇറക്കി വിട്ടു. ആദ്യമേ ഇരുന്നത്. അപ്പൊ ഈ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോക്സോ ഈ കേസാണ് പറയുന്നത്. പിന്നെ ഞാൻ ഓട്ടോ ഓടിക്കാൻ എനിക്കറിയാം, പെയിന്റിങ് അറിയാം. നമ്മളിപ്പോ ഇത്ര നിന്നിട്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ വേറൊരു ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത് 42 വയസ്സ്. പിന്നെ ഒരു ഓട്ടോ എടുത്ത് ഓടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, ഓട്ടോയിൽ ആർക്കും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർ ഇതേപോലെ ഒരു പെണ്ണ് കാശ് കൊടുത്തിട്ട് പോണ വഴി ഒരു ഓട്ടോ വിളിച്ചിട്ട് പോയിട്ട് പറയുന്നു വേണ്ട പിടിപ്പിച്ചു എൻ്റെ ഓക്കെ എന്ന് പറയാം. അപ്പൊ ആ ഓട്ടോ ഫീൽഡിലോട്ട് വാങ്ങിക്കാണ്. പെയിന്റിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര സപ്പോർട്ടിങ് ഉണ്ട്. പക്ഷെ പല ആശ്രമത്തിന്റെ ബിസിനസ്സുകാരൊക്കെ വെളിയിലുള്ളവരാണ്. അപ്പൊ അവർക്ക് അവരോട് ഒരു കാര്യം പറഞ്ഞ് ചെയ്യണ്ടേ. അപ്പൊ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് ചതി വരാം. കാരണം ഇത്രയും കേസ് കൊടുത്തിട്ടേക്കാണ്. ചേട്ടന്റെ കേസ് കിടക്കണം, ഞാൻ കൊടുത്ത കേസ് കിടക്കണം, എല്ലാം കൊടുത്തിടക്കണം. ചതി എവിടെ നിന്നാ വന്നെന്ന് പറയാം. ആ അഡ്വക്കേറ്റിനെ കൊണ്ടുണ്ട് സൂക്ഷിച്ചും കണ്ടു മുമ്പോട്ട് പോകും. ചതി വരാമെന്ന് പറയും. അപ്പൊ അത് കാരണം നമുക്ക്. നിങ്ങൾ കൊടുത്ത കേസ് എന്താ? ഞാൻ പിന്നെ വീട് സ്ഥലവും അച്ഛൻ്റെ പറ്റിച്ചു വാങ്ങിയത്. കാരണം ഞാൻ ഒപ്പിട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒപ്പിടാണ്ട് തന്നെ പ്രമാണം നടത്തിയത്. അപ്പൊ അതില് എന്തായാലും നിയമപരമായിരിക്കില്ലല്ലോ. അപ്പൊ അത് പിന്നെ അത് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയും കൊടുത്തു. അതിൽ വല്ല ആക്ഷൻ ഉണ്ടായിരുന്നു? അതിന്റെ ഒരു വർഷമായിട്ടൊന്നും എനക്കൊന്നുമില്ല ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം വിവരാവകാശം വെച്ചപ്പോഴത്തേക്ക് ക്രൈംബ്രാഞ്ചിൽ നിന്ന് വന്നെടുത്തിട്ട് പോയിട്ടുണ്ട്. പക്ഷെ പോലീസ് സ്റ്റേഷൻ ഈ ക്രൈംബ്രാഞ്ചിൽ നിന്ന് പിന്നെ ഈ കഴിഞ്ഞ ദിവസം എന്നെ ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതും വിവരാവകാശം വെച്ച പിന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പിന്നെ എനിക്കറിയാം ഒരു മാസമായിരുന്നു കൊടുത്തിട്ട് 2 വർഷം. അച്ഛന് സംസാരിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്? ഇല്ല പാടാണ് എന്നാലും സംസാരിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 2018 കാലഘട്ടത്തിൽ, അതായത് 7 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 6-7 വർഷത്തിന് മുമ്പ് ഈ പറയുന്ന ഒരു ചാനലിന് വേണ്ടി കൊടുത്ത അഭിമുഖത്തിന്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്, കാര്യങ്ങളാണ്.
ഇതിൽ ഒട്ടനവധി ഘടകങ്ങൾ പറയുന്നുണ്ട്. അവനവൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് തട്ടിച്ചു നോക്കിയിട്ട് ശ്രദ്ധിച്ച് ഗുരുപരമ്പരയിലെ വിശ്വാസത്തിൽ നിൽക്കുക. ഗുരുവിൻ്റെ പരമ്പരയെ തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ശരിയാക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉത്തമ ശിഷ്യർക്കുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്. ഇതിലെന്ന് പറഞ്ഞാൽ ഈ കുടുംബ മഹിമകൾക്കൊന്നും ഒരു പ്രത്യേകതയില്ല. പലരും ഇപ്പോൾ എൻ്റെ ഗുരുവിൻ്റെ കുടുംബത്തെ എന്താ പറയുക ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവർ ചെയ്യുക തന്നെ വേണം. കാരണം വെച്ചാൽ അതിനും വ്യക്തമായ മറുപടികൾ ഞാൻ ഇതുപോലെ തന്നെ തരുന്നതാണ്. ഇതുപോലെ എന്ന് വെച്ചാൽ അതല്ല, ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗുരു നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് അതിനുള്ള രേഖകൾ സഹിതം സമർത്ഥിക്കുന്നതാണ്. അപ്പോൾ വേറൊന്നുമല്ല, ഇതിലിപ്പോൾ ഗുരുവിൻ്റെ കുടുംബമൊന്നുമില്ല. ഈ അപജയത്തിൽ ആർക്കെല്ലാം പങ്കെടുക്കാൻ പറ്റുമോ, അപജയത്തിന് നിവർത്തിക്കാനായിട്ട് ഗുരുവിൻ്റെ ആശയത്തിൽ വന്ന അപജയം നിവർത്തിക്കാൻ ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ അവരെല്ലാം വ്യക്തമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് വന്ന് പ്രവർത്തിക്കണം. ഇത് ആരും പ്രവർത്തിക്കേണ്ടവർ പ്രവർത്തിക്കാനില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് വന്ന് പ്രവർത്തിക്കേണ്ടി വരുന്നത്. അല്ലാതെ ഇവിടെ അധികാരവും അവകാശവും സ്ഥാപിക്കാനല്ല. അർഹതപ്പെട്ട കരങ്ങളിലായിരിക്കണം ഗുരുവിൻ്റെ ആശയത്തെ നിവർത്തിക്കാനുള്ള അധികാരികളായിട്ട് ഈ പ്രസ്ഥാനത്തിൽ വന്നു ചേരേണ്ടത്. നമ്മൾ യോഗ്യതപ്പെട്ടവരൊന്നുമല്ല, നമ്മൾക്ക് അധികാരവും വേണ്ട അവകാശവും വേണ്ട. പക്ഷേ ഇത്രയും നാളെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അധികാരത്തിന് വേണ്ടിയാണ്, അവകാശത്തിന് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച ഇന്നത്തെ ആശ്രമ നേതൃത്വത്തിന് എന്താ പറയുക, അവരോട് ഈ അവകാശത്തിൻ്റെയും അധികാരത്തിൻ്റെയും എന്താണ് പവർ എന്നുള്ളത് അതും കാണിച്ചു കൊടുക്കുന്നതാണ്. മനസ്സിലായി? നമ്മൾ ഇത്ര നാളും അത് ഉപയോഗിക്കാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അത് ഉപയോഗിച്ച് നമുക്കൊന്നും നേടണ്ട. പക്ഷെ നമ്മൾ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ അധികാരത്തിനാണ് എന്ന് വെച്ചാൽ 18/6/2016 ബഹുമാനപ്പെട്ട കേരള DGP ഞാൻ ഒരു പരാതി നൽകിയിരുന്നു. ശാന്തിഗിരി ആശ്രമത്തിൽ സെക്യൂരിറ്റി മാനേജറായിരുന്നു ഇപ്പം. അപ്പോൾ അത് ഒട്ടനവധി ക്രിമിനൽ കുറ്റങ്ങൾ, രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ, ഒട്ടനവധി മയക്കുമരുന്നുകളെക്കുറിച്ചെല്ലാം ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അധികാരത്തർക്കമാണ്, അവകാശ തർക്കമാണെന്ന് മാത്രം എഴുതി ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്ത ഒരു നിയമ നടപടിയാണ് എനിക്ക് കിട്ടിയത്. മനസ്സിലായില്ലേ? പക്ഷെ അതൊക്കെ ശക്തമായിട്ട് തന്നെ അതെല്ലാം കൃത്യമായിട്ട് തന്നെ അതിനെല്ലാം മറുപടി നിയമപരമായിട്ട് തന്നെ ഉണ്ടാവും. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇതൊക്കെ പൊതുജനങ്ങളല്ലെങ്കിൽ ഈ പറയുന്ന ഗുരുവിശ്വാസികളെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മളെ ആത്മീയതയുടെ പേരിൽ ഗുരു ചൂഷണം ചെയ്യുകയല്ല ചെയ്തത്. ഗുരു നമ്മുടെ എന്താ പറയുക കർമ്മദോഷങ്ങളെ അകറ്റി നമ്മളെ എന്താ പറയുക ജീവനും മുക്തി, ജീവന പ്യൂരിറ്റി ഉണ്ടാക്കാനാണ് ഗുരു ശ്രമിച്ചത്. സത്സന്താനങ്ങൾ ഉണ്ടാകണം, അതുവഴി ലോകം നല്ലൊരു സന്തതി പരമ്പര ഉണ്ടായി ലോകം നന്മയുള്ള ജനങ്ങളാൽ നിറയണം. ഒറ്റടിക്ക് ആർക്കും ഈ ലോകത്ത് നന്മ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജനിക്കുന്ന നന്മയുള്ള ജീവൻ ജനിക്കണം. ഗുരു പൂജ തന്നെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ 18 തലമുറയിലുള്ള അച്ഛനമ്മമാരുടെ 18 തലമുറയിലുള്ള പിതൃക്കളെ അതിനെ നല്ലതായിട്ട് എന്താ വെച്ചാൽ ശുദ്ധിയാക്കേണ്ട ശുദ്ധിയാക്കിയും നശിപ്പിക്കേണ്ട നീചാത്മാക്കളെ നശിപ്പിച്ചും അല്ലെങ്കിൽ നീച പിതൃക്കളെ നശിപ്പിച്ചും ആണ് നമ്മളുടെ സന്തതി പരമ്പരയായിട്ട് വീണ്ടും ജനിപ്പിച്ച് അങ്ങനെ എന്താ പറയുക ഈ കലിയുഗത്തിൽ എന്ന് പറഞ്ഞാൽ ഋഷിമാരും ദേവന്മാരും വരെയും മനുഷ്യജന്മം എടുക്കാൻ കാത്തേക്കുന്ന പറഞ്ഞു. പക്ഷെ അതിന് അർഹതപ്പെട്ട ഒരു ഗർഭപാത്രങ്ങൾ നമ്മൾ സംശുദ്ധമായി സൂക്ഷിച്ചാൽ മാത്രമേ അവർക്ക് യോഗ്യതപ്പെട്ട അവിടെ വന്ന് ജനിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കേട്ട് പഠിച്ച നമ്മളാ തെറ്റിന്റെ പാതയിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധിയുള്ളവരായ മനുഷ്യർ, മനനം ചെയ്യാൻ കഴിവുള്ള ഗുരുകാരുണ്യമുള്ള മനുഷ്യർ അത് മനസ്സിലാക്കി ജീവിക്കണം. ഇതാണ് നമ്മളുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ വന്ന് ഇവിടെ അധികാരം സ്ഥാപിക്കുക, ഇവിടെ ഒരു അവകാശം സ്ഥാപിക്കുക എന്ന് പറയുന്നത് എത്രയോ മുമ്പ് ചെയ്യാമായിരുന്നു, ഇല്ലേ? അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി എല്ലാവരും സൂക്ഷിച്ച് ജീവിക്കുക, അത്ര ഉദ്ദേശിക്കുന്നുണ്ട്. കപടമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മറ്റുള്ളതെല്ലാം പോയി കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന പാപം ആര്? ഈ അധികാരവർഗങ്ങൾ ഈ പറയുന്ന സ്വാർത്ഥലാഭത്തിന് ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മളുടെ ഭാഗ്യം കുറയും. മനസ്സിലായ? അവരെ നമ്മളെ കൊണ്ട് നീചകർമ്മം ചെയ്യിച്ചിട്ട് നമ്മുടെ പുണ്യാംശം നശിപ്പിച്ചിട്ട് അവരാ പുണ്യം ഊറ്റിയെടുക്കുന്ന ഒരു പ്രവണതയിലേക്ക് പോകും. അത് ആത്മീയതയെക്കുറിച്ച് കൂടുതൽ എനിക്ക് ഏകദേശ കാര്യങ്ങളാണ് അറിയുന്നത്, ആ അറിവിനൊത്ത്. പക്ഷെ ഇത് ഞാൻ ഇവരിൽ നിന്ന് പഠിച്ചതല്ല, ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഗുരുനിന്ദാപരമായ കാര്യങ്ങൾ ചെയ്താൽ എത്ര ജന്മം നമ്മൾ ജീവിച്ച് മരിച്ചാൽ ആ കർമ്മദോഷം മാറില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് ചിന്തിച്ച് ഈ ആശയം എടുത്ത് ജീവിക്കണം.
ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും കുംഭമേള, അവസ്ഥാപൂർത്തീകരണം, പൂജ്യപീഠ സമർപ്പണം, ഇതിൻ്റെ 3ൻ്റെയും പ്രത്യേകതകൾ, യാഥാർത്ഥ്യം ഇത് വിശദീകരിക്കുന്നതാണ് സദ്വിഷം.